ഇതാണ് ആക്ച്വലി ഗോൾഡ്. രണ്ട് തരമുണ്ട്, ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്. ഇവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സംഭവങ്ങളുടെ ക്വാളിറ്റി നല്ലതാണ്. പരസ്പരം നമ്മൾ ഒട്ടിച്ചേരാൻ പാടില്ല. ചെയ്യാനിടുമ്പളേ ഇത്രക്ക് ഇടരുത്, ഇവിടെ വരെ മുട്ടണം. ഇവിടുത്തെ മൊത്തം സാധനം നല്ലതാ, കളർ പോകുമല്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, എന്നാലേ പോളിഷിങ് കറക്റ്റ് ആവുള്ളൂ. ആർബിഡിയുടെ ബോക്സ് ചെയിനാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളവരായിട്ട് നമുക്ക്. ഈ കാണുന്നത് സ്വർണം, ഇതിന്റെ മേക്കിംഗ് ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോ ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി. അപ്പൊ പൊട്ടിക്കല്ലേ, ഇതിന്റെ ഗോൾഡ് സ്ട്രിപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് തിരിച്ച് ഗോൾഡ് എടുക്കാൻ പറ്റും. കരിമണി, രുദ്രാക്ഷം, കരിങ്ങാലി എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യണ ഈ കൊച്ചിൻ ഗോൾഡിൽ നിന്നാണ്. ഗോൾഡ് കവറിങ് എടുക്കണമെങ്കിൽ ഞാൻ ഈ കടയിൽ നിന്ന് എടുക്കും. ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും അത് വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇതിന്റെ ക്വാളിറ്റിയും മാലയ്ക്ക് കെട്ടുന്നത്. ഇങ്ങനെ കുട്ടി ജനിച്ച കുട്ടികൾക്ക് തൊട്ടുണ്ടാകുന്ന സൈസ് വരെ ഉണ്ട് കേട്ടോ അവിടെ. ആ പശ മുക്കിയിട്ട് ഉണങ്ങിയെടുക്കുന്നതാണ് ഈ ഒരു ഓവൻ. എന്ത് പോവാ പറയാ ഇതിനെ? 10-20 വർഷമായിട്ട് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഇവർക്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ 8 പിടി മാലയാണ് കിട്ടുന്നത്. ഇവിടെ ക്വാളിറ്റി ചോദിച്ച് വരുന്ന തിരക്കാണ് ഈ കാണുന്നത്. ഇടുമ്പോ കാനത്തില് തന്നെ ഇട്ടോ. ഗോൾഡ് കവറിംഗ് ഉണ്ട്, മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള വർക്കുകളാണ്. അതിൽ തന്നെ ലക്ഷ്മി വരുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് സാധനമാണെങ്കിലും ഇതിന്റെ മുകളിൽ കോപ്പർ പോളിഷ് ഫസ്റ്റ്. കൊച്ചിൻ ഗോൾഡിലൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ബ്രൈഡൽ സെറ്റിൽ വരുന്നതാണ് നമുക്കത്. നാഗപടത്തിൽ വരുന്ന ഇതാണ് നമ്മുടെ മെയിൻ കോട്ടിങ്. കോട്ടിങ് കഴിഞ്ഞ് ഇതിനെ വീണ്ടും വാഷ് ചെയ്യും. ഇവിടെ വരുമ്പോ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് താലി ചെയിൻ ക്വാളിറ്റി നല്ലതാ. ഇല്ല, ഇതിപ്പോ ഹാഫേ ആയിട്ടുള്ളൂ. ഞാൻ തന്നെ കിളി പോയിട്ടാണ് നിൽക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ പേരുടെ കണ്ണൊക്കെ അതാ ഇതിലേക്കായിരിക്കും നോട്ടം വരുന്നത്. നല്ല ഭംഗിയില്ലേ, ഡയമണ്ട് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഫുൾ ജ്വല്ലറീസ് കിട്ടുന്ന, ഓർണമെന്റ്സ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ കാണുന്നതാണ് മെറൈൻ ഡ്രൈവ്. അവിടുന്ന് ജസ്റ്റ് ഒരു 10-20 അടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ജൂസ് സ്ട്രീറ്റ് കാണാം. ഈ ഒരു ജൂസ് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് വന്നോളൂ. ഇവിടെ 2 വീലറൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പോട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന എറണാകുളത്തെ ജൂസ് സ്ട്രീറ്റ് ഈ ഒരു കടയിലേക്കാണ്, കൊച്ചിൻ ഗോൾഡ് കവറിങ്. യെസ്, ഈ ഒരു കടയിലേക്ക് ഫ്രണ്ട് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പ് പോലെ അല്ലേ, പക്ഷെ ചെറുതൊന്നല്ല, അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പാണ്. 3 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. പിന്നെ ഇവർ കേരളത്തിൽ അറിയപ്പെടുന്നത് തന്നെ ആദ്യത്തെ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം ആദ്യത്തെ എന്ത് കേരളത്തിലുള്ളതല്ലേ. അപ്പോൾ കയറി നോക്കാം. അതുപോലെ തന്നെ നെക്ലസ് ആയാലും എന്താ പറയുക, വള, മാല, കമ്മൽ, നമ്മൾ പെണ്ണുങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റം ഉണ്ട്. അതുപോലെ പാദസരം, അങ്ങനത്തെ എല്ലാ ഐറ്റംസ്. പിന്നെ അതിനുള്ള ആക്സസറീസും ഉണ്ട് കേട്ടോ. അതാ ഇതൊക്കെ പുറത്തേക്ക് വെച്ചിക്കണ കണ്ടപ്പോൾ. പക്ഷേ കൂടുതൽ ഓർണമെന്റ്സിലേക്കാണ് ഇവർ ഫോക്കസ്. അതും ഓൺ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കമ്പനിയിൽ. വാ, ആൾക്കാരുടെ തിരക്ക് കണ്ടോ നിങ്ങൾ? ഇത് കാശ് കുറവുണ്ടോ അല്ലെങ്കിൽ വില കുറവുണ്ടോ ഉള്ള തിരക്കൊന്നല്ല ഇവിടെ വരുന്നത്. ഇവിടെ ക്വാളിറ്റി ചോദിച്ച് വരുന്ന തിരക്കാണ് ഈ കാണുന്നത്. വെറും ക്വാളിറ്റി കൊണ്ടാണ് ഇവർ ഫേമസ്. അത് കേരളത്തിൽ ഇവർ മാത്രമാണ് ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തത്. അത് എന്തുകൊണ്ടാണ് മാനുഫാക്ചർ അവർ ആദ്യമായിട്ടൊന്ന് പറയണതിൻ്റെ റീസൺ നമുക്ക് എന്തായാലും ചോദിച്ചറിയാം. ഇപ്പോൾ ഇവരൊക്കെ കസ്റ്റമേഴ്സാണ്, നമുക്കൊരു സ്റ്റാഫിനെ കിട്ടണമല്ലോ. ഒരാൾ ചിരിച്ചു നിൽക്കുന്നുണ്ട്, ആളോട് തന്നെ ചോദിക്കണേക്കാളും മുന്നേ നിങ്ങൾ സ്റ്റാഫല്ലേ ഇവിടുത്തെ? ഓക്കെ, എന്താ പേരുന്നു? ഗോപിക. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ആരെങ്കിലും ഒരാളെ കിട്ടുമോ നോക്കട്ടെ. ഇങ്ങോട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ. ഞാനൊന്ന് റിവ്യൂ എടുത്തോട്ടെ. മലയാളം കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നില്ല. ചേട്ടൻ്റെ പേര് ബിജു ചേട്ടൻ. എവിടെയാണ് സ്ഥലം? പറവൂര്. സ്വന്തമായിട്ടുള്ള കട? എനിക്ക് പാലക്കാട് ഷോപ്പാണ്. പാലക്കാടാണ്. അതേപോലെ ഇവിടുന്ന് എത്ര നാളെ മേടിച്ചത്? അതുപോലെ ഒരു 3 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഷോപ്പ്? അപ്പുറത്തായിരുന്നു. ഇത് പുതിയതാണ് അല്ലേ? ഇതിപ്പോ പുതിയതായിട്ട് അവരോട് ഇങ്ങോട്ട് മാറിയിരിക്കുന്നതാണ്. ഓക്കെ, പഴയത് എവിടെയായിരുന്നു? നമ്മുടെ അങ്ങോട്ട് ഒരു ബിൽഡിങ്ങിന്റെ പേര് എനിക്കറിയില്ല. തിയേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ. അത് പഴയത് എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൾക്കാർ കൂടിയാണ്. മാനുഫാക്ചറിൽ ഇവർ 2000 എത്ര സംതിങ്ങിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അതെന്തെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഐറ്റംസ് ഈ വെക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വരാനായിട്ട് വീണ്ടും തോന്നുന്നത്? ഇപ്പൊ 3 കൊല്ലമായിട്ട് വരുന്നെന്ന് പറഞ്ഞു. ഇവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സംഭവങ്ങളുടെ ക്വാളിറ്റി നല്ലതാണ്, വളരെ നല്ല സർവീസാണ്. സർവീസ് അടിപൊളിയാണ് അല്ലേ? ഓക്കെ, പിന്നെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇവിടെയും 2-3 കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാവരും ഞാൻ ഇനി അടുത്തത് എൻ്റെ അടുത്തേക്ക് ആവണമെന്നുള്ള ഒരു ഡൗട്ട് അല്ലേ? ഞാൻ പിടിച്ചു. വേണ്ടാന്നാ? ഇത്ര സുന്ദരിയായിട്ട് നിന്നിട്ട് വേണ്ടാന്നാ? പറ, എന്താണ് ഇവിടെ വന്നിട്ട്? ഞാൻ സ്റ്റാർട്ടിങ് ആണ്, അതുകൊണ്ട് എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മ ഒരു 10-20 വർഷമായിട്ട് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓൺലൈൻ ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ അമ്മയ്ക്ക് ഒരു എക്സ്പീരിയൻസ് 20 കൊല്ലത്തെ ഉണ്ട്. ഇവിടുന്നാണ് സ്ഥിരം. അപ്പൊ അമ്മ പറഞ്ഞ ഒരു കടയാണ്. അതെ. അപ്പൊ എന്തായാലും തെറ്റൂല, നല്ല തന്നെ ആയിരിക്കുള്ളൂ അല്ലേ? എവിടെ സ്ഥലം നിങ്ങളുടെ? ഓൺലൈനിലായാലും കാഞ്ഞിരപ്പള്ളി. ഓക്കെ, അതായത് പോണു. പിടിക്കട്ടെ. അതായത് വേഗം ഇവിടെ നിന്ന് സ്കൂട്ടർ അടിക്കാനായിട്ട് പോകാൻ പോയ ആൾക്കാർ അങ്ങനെ വിടാൻ പറ്റില്ല. പറയും
ഇവിടുത്തെ നമ്മുടെ ഈ ഒരു കൊച്ചിൻ ഗോൾഡ് കവറിങ്, സാധാരണ ഈ കൊച്ചിൻ ഗോൾഡ് കവറിങ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക സ്വർണ്ണത്തിന്റെ പോലെ തന്നെ എന്തെങ്കിലും പറയണ്ട അതിനെ കുറിച്ച് ക്വാളിറ്റീനെ അല്ലെങ്കിൽ റേറ്റ്? മറ്റു കടകളെ അപേക്ഷിച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് കൊച്ചിൻ ഗോൾഡ്. എല്ലാം അതിൽ ഒന്നും പറയാനില്ല അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യണത് ഈ കൊച്ചിൻ ഗോൾഡിൽ നിന്നാണ്. ഗോൾഡ് കവറിങ് എടുക്കണമെങ്കിൽ ഞാൻ ഈ കടയിൽ നിന്ന് എടുക്കുള്ളൂ. അതിന് വേറൊരു മാറ്റി വയ്ക്കാൻ വേറൊരു കടയില്ല. ഇല്ല, എന്ത് പറയാൻ. ഇവിടുത്തെ ക്വാളിറ്റി നല്ലതാണ്. കൂടെ വന്നിരിക്കണത് മകളാണ്. മാറ്റി ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് റീപ്ലേറ്റ് ചെയ്യുന്ന സാവകാശം അങ്ങ് വരണ്ട വന്നില്ല. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഇവരുടെ മെയിൻ അറിയപ്പെടുന്നത് അതിനെ ക്വാളിറ്റി കൊണ്ടാണ് കേട്ടോ. റേറ്റ് കുറവോ കൂടുതലോ അങ്ങനെയല്ല, ആൾക്കാർ കണ്ണടച്ച് മേടിക്കും, അത്രയാണ് ആ ഒരു ഫിനിഷിങ്ങും ഇതൊക്കെ അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വരുന്നത്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലമൊക്കെ? പാലാരിവട്ടം. പാലാരിവട്ടം പറയുമ്പോ തന്നെ ഒരു ഇങ്ങനെ കുളിര്. കസ്റ്റമറും പറയും അതുകൊണ്ടിട്ട്. ഓ, നിങ്ങളുടെ കസ്റ്റമറും അങ്ങനെ പറയാറുണ്ട്, അടിപൊളിയാണ് സംഭവം, സെലക്ഷനും കൊള്ളാം, നല്ല ക്വാളിറ്റിയുമാണെന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ എടുത്തു കഴിഞ്ഞാ ഒരുപാടായാ? ഇല്ല, തുടങ്ങണുള്ളൂ. ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ കസ്റ്റമറുടെ റിവ്യൂ എടുക്കാനും നേരിടാവുള്ളൂ, അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗോപികരെ അടുത്തേക്ക് കിടക്കാം. ഗോപിക, ബില്ലിംഗ് ആണോ? കഴിഞ്ഞു. ഓക്കെ ഗോപിക, ഞാൻ ഇതൊന്ന് വെച്ച് തരുന്നുണ്ട്. ഗോപിക, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കൊച്ചിൻ ഗോൾഡ് കവറിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞുതരും. എങ്ങനെയാണ്? 3 ഫ്ലോർ ആണ്, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റം കിട്ടും? നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഈ സൈഡിൽ വരുന്നത് റിങ്ങും ഇതൊക്കെ റിങ്സ് ആണ് വരുന്നത്. കുറെ റിങ്സ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ റിങ്സ് എന്നൊക്കെ പറയുമ്പോ റിങ്സിൽ എങ്ങനെയാണ് വരുന്നുണ്ട്. കുറച്ച് എടുത്ത് കാണിക്കാം. നമുക്ക് ഈ ബോക്സിലായതുകൊണ്ട് തന്നെ ഒന്നും ക്ലിയർ ആയിട്ട് അറിയുന്നില്ല എന്താ സംഭവം. റിംഗ് എന്ന് പറയുമ്പോൾ ഫിംഗർ റിംഗ്, അതില് എല്ലാം സൈസസ് അവൈലബിൾ ആണോ? എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് സൂഫി റിംഗിൽ വരുന്ന ടൈപ്പാണ്. ഓക്കെ, ഇതിപ്പോ ഒരു കളർ മാത്രമാണോ ഇതിൽ കൊടുക്കുന്നത്? അതെ, നമുക്ക് ഒറ്റ കളറാണ് ഈ ഒരു ബോക്സിനുള്ള. പല വെറൈറ്റി കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്ന ആന്റി ടാർണിഷിൽ വരുന്ന റിങ്ങുകളാണ്. ആന്റി ടാർണിഷിൽ റിംഗ്. ഇത് നോർമൽ ആയിട്ട് വരുന്ന യൂസ് ചെയ്യുന്ന ഗ്യാരണ്ടി, ഇതെല്ലാം പ്ലേറ്റഡ് ആണ്. നമുക്ക് ഗ്യാരണ്ടി നോർമലായിട്ട് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് റിംഗ് ആണ് നമ്മൾ വരുന്നത്. അതുപോലെ നമുക്ക് വരുന്നതാണ് പഴയൊരു മോഡൽ പവിത്രക്കെട്ട് എന്ന് പറയും. പഴയൊരു മോഡലാണ് പവിത്രക്കെട്ട്. ആ റിംഗും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ. ഇത് ഇപ്പൊ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് എല്ലാതും എടുക്കേണ്ടി വരും, അത്രയും ആദ്യം റിംഗിന്റെ കളക്ഷൻസ് ആണ്. ആ ഫാൻസി റിംഗ് എന്ന് പറയുന്നത് മുകളിലുണ്ട് കേട്ടോ, ആ കണ്ടത് അല്ലേ? അതെ, ബോയ്സ് യൂസ് ചെയ്യുന്ന വലിയ വലിയ ഫാൻസി ടൈപ്പ് റിംഗുകൾ, ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്, പിന്നെ വലിയ കല്ലൊക്കെ ആയിട്ടുള്ളത്, അതൊക്കെയാണ് ഫാൻസി റിങ്സ്. അപ്പൊ ഈ കൊച്ചിൻ ഗോൾഡ് കവറിങ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ കല്ലാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ ഈ കല്ല് വെച്ച് നമുക്ക് പ്ലേറ്റ് ചെയ്യാനായിട്ട് കഴിയും, എല്ലാത്തിനും പറ്റും. ഓക്കെ, സാധാരണ കടക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഇത്ര 6 മാസത്തെ ഗ്യാരണ്ടി കൊടുക്കും, അല്ലെങ്കിൽ 1 കൊല്ലത്തെ ഗ്യാരണ്ടി, ചിലർ 1 ഗ്രാം എന്ന് പറഞ്ഞിട്ടൊക്കെ കടക്കാർ വിൽക്കുന്നുണ്ട്. കടക്കാരെന്ന് പറയുമ്പോൾ റീറ്റെയിൽ കടക്കാർ, ഇവര് ഹോൾസെയിലേഴ്സ് ആണ്. അപ്പൊ ഇവര് ഗ്യാരണ്ടി കൊടുക്കൂലേ? എന്തുകൊണ്ടാ? ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇവർക്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയും പെർഫെക്റ്റ്. അപ്പൊ ഇവരുടെ ആ ഒരു എന്താ പറയാ ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്നും മേടിക്കുന്ന ഓരോ കസ്റ്റമർ അവരവരുടെ കസ്റ്റമറിന് പറയണത് എന്താ, 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്, ധൈര്യമായിട്ട് യൂസ് ചെയ്തോ അല്ലെ? ഓക്കെ, നമ്മളും ഇവിടത്തെ ഒക്കെ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അടുത്തൊരു സെക്ഷൻ നമുക്ക് സെക്കൻഡ് സ്റ്റഡുകൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്വർണ്ണത്ത് കൊണ്ട് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഒക്കെ അവൈലബിൾ ആണ്. ഒന്നിനും ഒരു എന്താ പറയാ പുറത്തേക്കൊന്നും പോകണ്ട, ഒരു സ്റ്റോറിൽ തന്നെ എല്ലാം നമുക്ക് സെക്കൻഡ് സ്റ്റഡിലും നോസ്പിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ളത് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഐറ്റ് ആണ്. ബട്ടർഫ്ലൈ, ചെറിയ സ്റ്റഡ് തൊട്ട് വലിയ ഹാങ്കിങ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ഒരു ബോക്സിലാണെങ്കിൽ ഈ ബോക്സിൽ ഇപ്പൊ ഇത്രയും കാണുന്ന അല്ലേ? പക്ഷെ എടുക്കുമ്പോ എങ്ങനെ എടുക്കണം? ഇപ്പൊ ഹോൾസെയിൽ ആയതുകൊണ്ട് ഒരു പീസ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു പീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഈ ഒരു പോർഷൻ, പക്ഷെ ഇത് ഒരെണ്ണായിട്ട് തരൂല, തരുമ്പോ ബൾക്കായിട്ട് എടുക്കണം. കാരണം ഹോൾസെയിൽ ആണ്. റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് 2 എണ്ണത്തിനായിട്ട് ഇവിടെ വരെ വേണ്ട, വിളിക്കും വേണ്ട അല്ലേ? ഹോൾസെയിൽ മാത്രമാണ് ഇവര് ഡീൽ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇവര് ക്വാളിറ്റി കൊണ്ട് ഫേമസ് ആയതുകൊണ്ട് കച്ചവടക്കാർ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്. കേരളത്തിലെ നമ്പർ 1 അത്രയും പറയാനുള്ളൂ അല്ലേ? പിന്നത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മക്കമ്മലാണ് വരുന്നത്. അമ്മക്കമ്മലോ? അമ്മമാര് യൂസ് ചെയ്യുന്ന കമ്മൽ, അതായത് സ്റ്റോൺ ഇല്ലാത്ത ടൈപ്പില് വരുന്ന കമ്മലുകളാണ് ഇതെല്ലാം. ഇതൊക്കെ നോർമൽ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഏജ് ആയിട്ടുള്ള വീട്ടിലൊക്കെ വരുന്നത്. അവരെ കസ്റ്റമർ അവര് പറയുമ്പോ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു അമ്മക്കമ്മല്, അതൊരു അമ്മക്കമ്മല് നന്നായി. അപ്പൊ ഇതില് പല വലുപ്പത്തിലൊക്കെ ഉണ്ടാവില്ല, ചെറിയ സൈസാണ്. നമുക്ക് ഇതിലും വലിയ സൈസുകൾ ഇവിടെ ഉണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിനിഷിംഗ് കണ്ടോ, നല്ല എന്താ പറയാ, സ്വർണം റിപ്ലിക്ക, ഗോൾഡിന്റെ റിപ്ലിക്ക, അതിന് പറയാലോ. ഇതിപ്പോ ഗോൾഡിന്റെ റിപ്ലിക്ക ആണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണെങ്കിൽ ഒരു ഡയമണ്ടിന്റെ റിപ്ലിക്ക തന്നെ പറയണം അല്ലെ? അത്രയും ഫിനിഷിംഗ് ആണ്. ഈ ഒരു മാല എടുത്ത് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇത് കമ്മലടക്കമാണ് വരുന്നത്. അന്ന് ഇതിന്റെ സെലക്ഷനാണ് ഈ ഇരിക്കുന്നത് മൊത്തം. ഫുൾ
സ്റ്റോൺ പല കളേഴ്സ് സ്റ്റോൺസിലൊക്കെ അല്ലേ? ഇതിലിപ്പോ ഈ സ്റ്റോൺസിന്റെ ഫിനിഷിംഗ് ആണ് ശരിക്കും ഡയമണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു അപ്പൊ ഇതിലിപ്പോ ഈ കാണുന്നത് ഇതിന്ന് പറഞ്ഞെടുക്കാം ഇതിന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ഇതൊരു സെക്ഷൻ. ഇനി അമ്മ കമ്മല് കഴിഞ്ഞു. പിന്നെ വരുന്നത് നമുക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്ങുകൾ വരുന്നുണ്ട്. നോർമൽ സ്റ്റഡിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ടൈപ്പ് റിങ്ങുകൾ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടൊക്കെ പോകുന്ന ഒരു ഐറ്റം ആണ്. നല്ല മൂവിങ് ഒരു ചെറുതായാലും ഫിനിഷിംഗ് ആണ് അല്ലേ? ചെറുതായാലും വലുതായാലും അതിന്റെ ഒരു ഫിനിഷിങ്. ചെറുതെന്നൊക്കെ പറയുമ്പോൾ അത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിലും ആ ഒരു ഫിനിഷിംഗ് ആണ് എടുത്ത് പറയാനുള്ളത് കേട്ടോ. സംഭവം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഓൾറെഡി ഇവര് ഫേമസ് ആണ്. നമ്മള് വരാൻ നേരം വൈകിയ അതാണ് പറയാ. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ്, എത്ര ഇയേഴ്സ് ആയി? 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവര് മാനുഫാക്ചറിങ് ആണ്. പറ്റെങ്കിൽ നമുക്ക് ഇവര് മാനുഫാക്ചറിങ് ഒക്കെ ഒന്ന് കാണാൻ പോവാം സമയമുണ്ടെങ്കിൽ. നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് മഴത്തുള്ളി. പഴയ ടൈപ്പ് ഇതൊക്കെ പണ്ടത്തെ സ്റ്റൈലല്ലേ? അതും ഇപ്പോഴും മൂവിങ്ങാ. നല്ല മൂവിങ്. പിന്നെ പ്രത്യേകിച്ച് പറയാല്ലോ ഓണത്തിന്റെ സമയമാകുമ്പോ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവം. ക്യാപ്പ് വെച്ചതുണ്ട്. ക്യാപ്പ് വെക്കാത്ത ടൈപ്പ് മഴത്തുള്ളി നമ്മുടെ അടുത്തുണ്ട്. ക്യാപ്പ് എന്ന് പറയുമ്പോൾ ബാക്കിലത്തെ ക്യാപ്പ് അല്ലേ? അല്ല, ഇതാണ് നമ്മുടെ ക്യാപ്പ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗോൾഡ് ക്യാപ്പിന്റെ കാര്യം പറയണം കേട്ടോ. ഇതാണ് ക്യാപ്പ്. ഇനി ക്യാപ്പ് വെക്കാത്തത് കാണിച്ചു തരാന്നത്. ഇത് ക്യാപ്പ് വെക്കാത്തത്. പക്ഷെ ക്യാപ്പ് വെച്ചതാണല്ലേ കുറച്ചുകൂടി മൂവിങ്. ഇതാണ് കൂടുതലും. ഇതിൽ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പല കളറുകളായിട്ട് നമുക്ക് മഴത്തുള്ളിയിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ പറയാ കടക്കാർക്കൊക്കെ എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ബഡ്ജറ്റ് നോക്കിയിട്ടല്ല ഒരു കടക്കാരും വരാറുള്ളത്. നിങ്ങളുടെ അവിടേക്ക് വരുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്വാളിറ്റി വൈസ് ആണ് സംഭവം കളിക്കിട്ടോ. പിന്നെ ഈ ബാസ്ക്കറ്റിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഇടുന്നത്. അതായത് കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്ക് ഓരോ ബോക്സ് വെച്ച് കൊടുക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഇടാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബില്ലിങ്ങിലേക്ക് പോകണം. ബില്ലിങ്ങിലേക്ക് പോകണം. പിന്നത്തെ കമ്മല് പറഞ്ഞാൽ നമുക്ക് ചെറിയ തൂക്കം ഹാങ്ങിങ്സ് ഒക്കെ വരുന്ന ചെറിയ 2 ലെയർ 1 ലെയർ ഒക്കെ ഇട്ട് കമ്മല്. ഇവിടെ ഇവര് കാണിച്ചു തരുന്നത് ഒന്നും അല്ലാന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മൊത്തം ഈ കമ്മലുകൾ പറഞ്ഞാൽ എല്ലായിടത്തും കാണിക്കാനൊന്നും പോസിബിൾ അല്ല. ജസ്റ്റ് ഒരു ഇപ്പോഴത്തെ ഒരു സീസൺ അനുസരിച്ചിട്ടാണ് പറയണത് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് മാറ്റ് ഫിനിഷിങ്ങും ഗ്ലോസിയും വരുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷിങ്ങും ഗ്ലോസി ഫിനിഷിങ്ങും 2 ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഏതാ ചോദിച്ചിട്ടുണ്ട്? മാറ്റ് ആണോ ഗോൾഡ്? 2 മൂവിങ് ആണല്ലോ. സ്വർണ്ണാണല്ലോ ഇന്നത്തെ കാലത്ത്. സ്വർണം വരെ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ ഇത് ബെസ്റ്റ് ആണ്. കള്ളന്മാരെ പറ്റിക്കാം അത്രല്ലേ? ഓക്കെ. ഇതാണോ ബില്ലിങ് പോണത്? പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് ഓരോ റേറ്റിന് മാറ്റിയിട്ട് വേണം ബില്ലിങ്ങിലേക്ക് പോവാൻ. അതിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ നമ്മുടെ ഓണം ആയതുകൊണ്ട് ഓണത്തിന്റെ ഒരു കളക്ഷൻ ഞാൻ കണ്ടു. അല്ലേ? സൂപ്പർ അല്ലേ? ഇതിന്റെ ഫുൾ ആയിട്ടുള്ളതും ഉണ്ട് അല്ലേ? കാശിമാല ടൈപ്പ്. കാശിമല ഇതൊക്കെ എന്താ പറയാ നമ്മളിപ്പോ ഈ ഒരു സീസൺ ബേസിലല്ല കേട്ടോ ഇവിടുത്തെ ഈ ഒരു കസ്റ്റമർ വരുന്നത്. പക്ഷെ എല്ലാം ടൈം ഒരേപോലെ മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവരുടെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ. എവറി ടൈം എനിക്ക് ഓരോന്നോരോ കാണുമ്പോൾ ഏതെടുത്ത് കാണിക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ഒരു ഫ്ലോറിൽ നമുക്ക് ഈ ഒരു സൈഡ് മൊത്തം കമ്മലുകൾ, അത് കൂടാണ്ട് ഷീറ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ചെറിയ റിങ്ങിൽ വരുന്ന ഹാങ്സ് വരുന്നുണ്ട്. ഈ ഷീറ്റിലായാലും നമ്മൾ വിചാരിക്കും ഭയങ്കര എന്താ പറയാ കടയിൽ വരുമ്പോ ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും. അല്ല, അതും വരെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലേ. പിന്നെ എടുക്കുമ്പോൾ ഈ ഷീറ്റ് എടുക്കണം. പിന്നെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോരോ ഷീറ്റ് വൈസ് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ഏത് ഡിസൈൻസ് ചെയ്ത് മോഡൽസ് ഒക്കെ വേണമെന്ന്. ഗോപിക പറയൂ. ഇതൊന്ന് കാണിച്ചോട്ടാ. ഗോപിക പറയൂ. ഇനി നമ്മുടെ ജിംകികളൊന്നും വന്നിട്ടില്ല. ജിംകി ഇഷ്ടംപോലെ ജിംകി വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ജിംകി ഉണ്ട്. ഇത് അവിടെ വെച്ചോളൂ. നമ്മുടെ ജിംകിയുടെ കളക്ഷൻസ് കുറച്ച് കാണിച്ചു. അടിപൊളി ഒരു സാധനം കേട്ടോ. ജിംകി എന്ന് പറയുമ്പോഴേക്കും എന്തേ അടിപൊളി. സിമ്പിളാണ് പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ. നമുക്ക് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ജിംകിയാണ് ഇത് വരുന്നത്. ഇതില്ലേ സ്റ്റോൺ വെച്ചതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചിലപ്പോ വിറ്റ സ്വർണം വരെ കിട്ടൂട്ട. അത്രയും ഫിനിഷിംഗ് ആണത്. നമുക്ക് സ്റ്റോൺ വെച്ച ജിംകികളും ഉണ്ട് നമ്മളെ. 2-3 മോഡല് ഇപ്പൊ സ്റ്റോൺ ഉള്ളതും ഇല്ലാത്തതും സൈസസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എല്ലാം വെറൈറ്റീസ് ഉണ്ട്. ജിംകാൻ തന്നെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോ എനിക്ക് തോന്നുന്നു ഈ ഫുൾ ഷീറ്റ് ഇങ്ങനെ എടുക്കണം അല്ലേ? കട്ടിങ് കിട്ടുമോ? ഒരു പീസ് ഒക്കെ ഇങ്ങനെ മുറിച്ച് കിട്ടൂല. നമുക്ക് വരുന്ന റിങ്ങിൽ വരുന്ന കുഞ്ഞു ജിംകി വരുന്നത്.
കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ളത് അല്ലേ? അപ്പൊ എല്ലാം ഏജ് കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഇവര് നമുക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ പഴയ ഷോപ്പ് ഇവിടെ ബസാറിലാണ് നമുക്ക് വരുന്നത്. ഓ അവിടെ ഇപ്പോഴും ഉണ്ടോ ഷോപ്പ്? ആ ഉണ്ട്, അവിടെ റീറ്റെയിൽ ഷോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. ഓ ഇത് പൊളിച്ചു. ഇതെന്താ ചെമ്പരത്തിയാ? എന്ത് പോവാ പറയുന്നതിനെ? എന്തായാലും ഇതൊക്കെ നമ്മൾക്ക് ഒരു വെറൈറ്റി തന്നെയാ കേട്ടോ. കിടക്കാശിന്റെ സെറ്റാണ്. പെണ്ണായിട്ട് നീയൊക്കെ എങ്ങനെ സഹിച്ചു നിൽക്കണു അല്ലേ? സാധാരണ എനിക്ക് തന്നെ സഹിക്കാനില്ല. ആള് പിന്നെ ഫുൾ ടൈം ഇവിടെ നിൽക്കണം. അപ്പൊ അതും ഇത്രയും ക്വാളിറ്റിയുടെ കൂടെ കിട്ടുമ്പോ പിന്നെ പറയാലോ. പക്ഷെ ഒരു പീസായാലും അവൾക്ക് കൊടുക്കൂലേ? ഇത് കച്ചവടക്കാർക്ക് മാത്രമുള്ള സിംഗിൾ പീസായിട്ട് ഇല്ല. അതേപോലെ ഈ കമ്മലുകളുടെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് നോക്കണേക്കാളും മുന്നേ ഇതിന്റെ കുറച്ച് ഇത് ഷുഗർ ബീഡ്സിൽ വരുന്ന നോർമൽ ചെയിൻ ആണ്. ഇത് സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ ഇനി ഇതിന്റെ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഗോൾഡ് കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് കളേഴ്സ് നമുക്കുണ്ട്. വേറെ ഒരു പാറ്റേൺ തന്നെ നമുക്കുണ്ട്. ഓ അങ്ങനെ പിരിയായിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇവരുടെ ഇതൊക്കെ എന്ന് പറയുമ്പോ എനിക്ക് വരവാണ്. പക്ഷെ ഇതൊന്നും നോക്കരുത്. ഇവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നോക്കേണ്ടത്. അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് ഈ കാണുന്നത്. അതിലിപ്പോ നമ്മുടെ പണ്ടത്തെ ജിംകി തൊട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജിംകി വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഏറ്റവും അല്ലേ പണ്ടത്തെ മോഡലിലും സൈസസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2-3 ഗോൾഡിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട്. ആ 2-3 കളേഴ്സ് എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കണേ? മാറ്റ് ഫിനിഷിംഗ് പിന്നെ ഗ്ലോസി. അതെ, പക്ഷെ ക്വാളിറ്റിക്ക് മാറ്റില്ല കേട്ടോ. അതിന്റെ ഒരു മാറ്റും ഇത് മാത്രമാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ക്വാളിറ്റി നമുക്ക് സ്റ്റോണിൽ വരുന്നതാണ്. ഫുൾ സ്റ്റോൺ ആണ് ഈ ബോക്സ് മുഴുവൻ. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം സ്റ്റോൺ അല്ലേ? അതിലും ഈ ഗോൾഡ് കാണുന്നത് ഈ ഗോൾഡും പ്ലേറ്റിംഗ് തന്നെയാണ്. ഇതെല്ലാം പ്ലേറ്റഡ് ആണ്. ഈ പ്ലേറ്റിംഗ് തന്നെ 3-4 ക്വാളിറ്റി ഉണ്ട്. പ്ലേറ്റിംഗിൽ തന്നെ പൗഡർ കോട്ടിംഗ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. നോർമൽ നമുക്ക് ഗോൾഡ് തന്നെ വെച്ചിട്ട് പ്ലേറ്റ് ചെയ്യണതുണ്ട്. അപ്പൊ അങ്ങനെ 2-3 ക്വാളിറ്റി ഉണ്ട്. ഇതിൽ എന്താ പറയുക, ടെക്നിക്കായ വശങ്ങൾ നമുക്ക് എന്തായാലും ഒരു മാനുഫാക്ചറിങ് സ്ഥലത്തേക്ക് പോയിട്ട് വരാം. മുകളിൽ നിന്ന് തിരക്ക് നോക്കിയേ ചേച്ചിമാര് കഷ്ടപ്പെട്ട് ഇറങ്ങി വരാണ്. വരൂ ചേച്ചീനെ പിടിക്കാനാ. ചേച്ചി കസ്റ്റമർ അല്ലേ? കസ്റ്റമറെ കൂട്ടുവന്ന ആരെ കസ്റ്റമർ? ഓർഡർ നോക്ക്. അപ്പൊ ചേച്ചീനെ പിടിക്കാം. ചേച്ചി ഇവിടെ നിൽക്ക്. അവരൊക്കെ പോട്ടെ. അവർക്കൊക്കെ ഇത്രയ്ക്ക് ജാടകള ആൾക്കാരാണ്. അവര് കൂട്ടുവന്നവരല്ലേ? നിങ്ങൾ എവിടെയാ ഷോപ്പ്? ആലപ്പുഴയാണ്. എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? ഇവരുടെ ഷോപ്പ് തന്നെ അവിടെ ഉണ്ടല്ലോ, അവിടെയാണ് സ്ഥിരം വരാറ് ഉണ്ടല്ലോ. അപ്പൊ ഊഹിച്ചു എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ്, എത്ര കൊല്ലമായിട്ട് ഇവര് സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് മറ്റേ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും നല്ലത് തപ്പി എടുത്തിട്ട് നമ്മുടെ കടയിലേക്ക് വെക്കാനാണ് നോക്കാറ്. എങ്ങനെ കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു കൊച്ചിൻ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അത് ഇൻസ്റ്റന്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അവിടെ വന്നത്. അവിടെ വന്നപ്പോൾ നല്ല കളക്ഷനൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ വരാൻ തുടങ്ങി. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി സൗകര്യം ഉണ്ട് അല്ലേ? കളക്ഷൻസും കൂടുതലുണ്ട് കാണാനായിട്ട്. അതാണ് ആലപ്പുഴ അല്ലേ ചേച്ചി? ഓക്കെ. കൂട്ടിന് വന്നാള് ഒരു ഹായ് പറഞ്ഞേക്ക് എന്തായാലും. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടെ വരെ ഫുള്ള് ഇത് തന്നെയാ? ഇവിടെ ഫുള്ള് സ്റ്റോൺ വരച്ചിട്ടുള്ളത്. പേൾസിന്റെ കമ്മലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഏത് ബോക്സ് എടുത്ത് കാണിക്കുന്നു അത്രയും കൺഫ്യൂഷനിലാണ് നിൽക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും ആൾക്കാർ നോക്കില്ല. അപ്പൊ തന്നെ ആദ്യം മൈൻഡിൽ വരുന്ന ഒരു സംഭവമാണ് കൊച്ചിൻ. നമുക്ക് പേൾസിൽ വരുന്നതാണ്. ഫുൾ സ്റ്റഡുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ. ഇത് ആക്ച്വലി ഇതൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പകാലത്തെ കാര്യം പറയണം കേട്ടോ. ഈ കമ്മലിന്റെ ഓരോരോ മുത്തുകളൊക്കെ നമ്മൾ മാറ്റി വെച്ച് വേറെ വെക്കുക സംഭവമൊക്കെ എടുക്കുക ചെയ്യായിട്ടുണ്ട്. പക്ഷെ ഇതിലിവിടെ ഒതുങ്ങുന്നില്ല. ഇതൊരു കമ്മലിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. തിരിഞ്ഞു നോക്കിയ ഈ ഒരു കമ്മലിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഹാങ്ങിങ്സ് വരുന്നതാണ്. ഈ ഹാങ്കിങ്സ് ഇതും ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ഈ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സ്കിന്നിൽ ടച്ച് ആകുമ്പോൾ ചിലവർക്ക് ഇറിറ്റേഷൻ വരും, ഇച്ചിങ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരുടെ ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവം വരാറില്ല. ഇപ്പൊ ഈ ഒരു ചെയിൻസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇപ്പൊ ചെറിയ ചെയിനുകൾ ഒന്ന് അടുത്തേക്ക് വന്ന ഇവരുടെ ഡിസൈൻസ് ഒന്ന് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. എന്നിട്ട് വേണം എനിക്ക് ഇവരുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട്. മംഗൾസൂത്ര തൊട്ട് കുരിശുണ്ടാ, ഒരു കുരിശുമ്മലൊന്നല്ല നിങ്ങളെ കുരിശ് നോക്ക്. അപ്പൊ അങ്ങനെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നത് മാത്രം. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുക നമുക്കൊരു ഫംഗ്ഷന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ്. പക്ഷെ അങ്ങനെയല്ല.
ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാലയായാലും വളയായാലും കമ്മലായാലും ഇപ്പോൾ സ്കിന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇറിറ്റേഷൻ വരില്ല ആ കാര്യത്തിൽ, നോ ഡൗട്ട്. കാരണം എന്ന് വെച്ചാൽ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നിസ്സാര പ്ലേറ്റിംഗ് അല്ല, ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിംഗ് കൂടി അതിൽ കോട്ടിങ് കൂടി കൊടുക്കുന്നുണ്ടല്ലേ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയോ? ടെക്നിക്കൽ വശം അവിടെയാണ് ടെക്നിക്കൽ വശം. പിന്നെ ഒരു ചെക്കനും കൂടി ഉണ്ടായിരുന്നു, അവന്റെ പേരെന്താ? അസ്ലം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, അവനോട് ചോദിച്ചോക്കെ ചിലപ്പോ അവന് കിട്ടും, അവനറിയില്ല. എന്താ ബിസി നോക്കും, മുതലാളിക്ക് ഇല്ലാത്ത തിരക്കാവന്. അസ്ലം, ഒരു ഡൗട്ട് ചോദിക്കാനാടാ. ആ ഈ നമ്മുടെ നിങ്ങളുടെ ഇവിടെ എടുക്കണ്ടെന്ന് എന്നെ ഫേസ് കാണിക്കണ്ട, നിൽക്കുന്നത് ഇവിടെ ഓർഡർ പറ്റേ. നമ്മുടെ ഈ കൊച്ചിൻ ഗോൾഡ് കവറിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ മൈൻഡിൽ വരുന്നത് ഈ ഗോൾഡ് കവറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ 1 gram ഗോൾഡ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അല്ലേ? അപ്പൊ ഐറ്റംസ് ആണ്. പക്ഷെ ഇവര് ഗ്യാരണ്ടി കൊടുക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരണ്ടി എപ്പോഴും ഉണ്ട്, കാരണം ഇവരുടെ ക്വാളിറ്റിയിലാണ് ഇവര് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഗോൾഡ് കവറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയോ? ടെക്നിക്കലായിട്ട് നമ്മള് അങ്ങനെ ചെയ്യാറില്ല, നമുക്കറിയില്ല. പ്ലാന്റിലും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും പ്ലാന്റിൽ പോയി നോക്കാം. അപ്പൊ അതിനേക്കാൾ മുന്നേ ഈ ഒരു സൈഡും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്തായാലും ഇതൊന്ന് നീ എന്നെ പറയും, നീ ഇവിടെ നിൽക്കല്ലേ, എന്നെ പിടിച്ച് നിർത്തിയിരുന്നു. പറയും. എനിക്ക് മുകളിലത്തെ മാലകളൊക്കെ ഇഷ്ടമായിടാ. ഇതൊക്കെ എങ്ങനെയാ? ഇതൊക്കെ പ്ലേറ്റിംഗ് വരുന്നതാണോ? അത് സിൽവർ പ്ലേറ്റിംഗ് ആണ്. ഇതായ ഫസ്റ്റത്തെ. ബാക്കിയുള്ളതൊക്കെ ഗോൾഡ് കവറിംഗ് ഉണ്ട്, മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള വർക്കുകളാണ്. അതിൽ തന്നെ ലക്ഷ്മി വരുന്നുണ്ട് അതിലൊക്കെ. ടെമ്പിൾ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു പാർട്ടി വെയർ ബ്രൈഡൽ കളക്ഷൻ നിസ്സാര തൊട്ട് നമുക്ക് ബ്രൈഡൽ കളക്ഷൻ വരെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്മലിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ട്. ഇതൊക്കെ സിംഗിൾ ഇങ്ങനത്തെ പാക്കിംഗ് ആകുമ്പോൾ എന്താ സംബന്ധിച്ചാൽ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴേ കുറച്ചുകൂടി റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമല്ല പറയണേ, റീറ്റെയിൽകാർ കൊടുക്കേണ്ട കാര്യം പറയണം. AD സ്റ്റോണൊക്കെ ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ളതും വരുന്നുണ്ട്. പിന്നെ ഈ മാലര സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതും ഒരു ബ്രൈഡലിൽ പെട്ടതാ അല്ലേ? ഈ ഒരു ബ്രൈഡൽ സെക്ഷനിൽ വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് അല്ലേ? പറയ്, ഗോൾഡ് കവറിംഗ് ആണ്, എന്താണ് സംഭവം? നീ അതന്നെ ഉള്ളൂ, നമുക്ക് അതല്ലാണ്ട് വേറൊരു ഐറ്റം ഇല്ല. അതെ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചോ. നല്ല ഡിഫറെന്റ് കളക്ഷൻസ് ആണ്. ചിലതിലൊക്കെ 1 പീസ് 3 പീസൊക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ എല്ലാതും എടുക്കണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെയും ഉണ്ട് ശരിക്ക് സ്വർണത്തിന്റെ റിപ്ലിക്ക അല്ലേ? അതുപോലെ സ്വർണത്തിന്റെ ഗോൾഡിന്റെ റിപ്ലിക്ക വേണോ, സിൽവർ ഡയമണ്ടിന്റെ റിപ്ലിക്ക വേണോ, സിൽവറിന്റെ റിപ്ലിക്ക വേണോ, എല്ലാം അത് ഇവിടെ അവൈലബിൾ ആട്ടോ. ഈ ഒരു സെക്ഷൻ ഫുൾ നോക്കിയ വളകളാണ്. അതും ഇത് എന്തിട്ടൊക്കെ എന്തിന്റെ മീൻസ് ഇത് നമ്മളെ ഗോൾഡ് കവറിംഗ് അല്ല, ഗോൾഡ് കവറിംഗ് തന്നെയാ. ഗോൾഡ് കവറിംഗ് അല്ല, ഡയമണ്ട് റിപ്ലിക്ക ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഡയമണ്ട് റിപ്ലിക്ക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡയമണ്ടിന്റെ റിപ്ലിക്ക ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് മാലയും കമ്മലാണ്. പക്ഷെ ഇതിൽ ഫുൾ വളകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഫുൾ വളകളുടെ ഡിഫറെന്റ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഇപ്പൊ സൈസസ് ആണോ, എങ്ങനെയാണ് സംഭവം വരുന്നത്? ഫുൾ ലോക്ക് ബാംഗിൾസ് ആണ്, സൈസ് വരുന്നില്ല. ഇതൊരു ഫാൻസി ആയിട്ടും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ്, അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് സെറ്റ് വൈസ് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ സെറ്റ് വൈസും ഉണ്ട് കേട്ടോ. അത് കമ്മലും മാലയും അടക്കം സെറ്റ് ആയിട്ട് വരുന്നതാണ്, എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട്. അതിൽ ഹെവി ആയിട്ടുള്ളതുണ്ട്, നോർമൽ ആയിട്ടുള്ളതുണ്ട്. ശരിക്കും ഒരു സ്വർണ്ണ കടയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് വേറെ ഒന്നും നോക്കണ്ട അല്ലേ? ഇല്ലേ, അതാണ് ഒരു എന്താ പറയുക, ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു സ്വർണ്ണക്കടയിൽ വന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. കൊച്ചിൻ ഗോൾഡ് കവറിങ്. ഇനി 2 ഫ്ലോർ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഈ 2 ഫ്ലോർ നമുക്ക് എന്തായാലും ഇവരുടെ ഈ അവിടേക്ക് പോയിട്ട് പോവാം, സ്റ്റാഫ് ഉണ്ട്. അന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ മാനുഫാക്ചറിങ്ങിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് സ്വർണം, ഇതിന്റെ മേക്കിംഗ് ആണ് ഈ കാണുന്നത്. കണ്ട 2 ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ആക്ച്വൽ ഇത് ഏതാ ബേസ്, എങ്ങനെയാണ് ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തുന്നത്, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഇവര് മാനുഫാക്ചേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ ഒക്കെ ഉണ്ടാവും. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐറ്റം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കോപ്പർ ആണോ ബ്രാസ് ആണോ എന്നായിരിക്കും ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേറ്റിംഗ് നടക്കുകയുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അത് തിരഞ്ഞെടുത്ത് ഇവർക്ക് കെട്ടാനായിട്ട് കൊടുക്കും. ഇപ്പൊ ഇവരെന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ആക്ച്വൽ ഇവരിപ്പോ നമുക്ക് തരുന്ന നമുക്കിപ്പോൾ ഓർഡറുള്ള ഐറ്റംസുകൾ. ഒരു മിനിറ്റ്, ഫാൻ ഒന്ന് നിർത്തിക്കോട്ടെ. ഓക്കെ, ഇനി ഈ കാണുന്ന മൊത്തം ചെയിനുകളാണ്. കണ്ടോ, നമ്മള് കടയിൽ വെച്ചിട്ട് കുറച്ചൊക്കെ ചെയിനുകളൊക്കെ കണ്ടില്ലേ? ആ സാധനമാണ് കേട്ടോ ഈ ഇരിക്കുന്ന മൊത്തം ഐറ്റംസ് വരുന്നത്. ഒന്നില്ലേ, പറയൂ, ഇതെന്താണ് ഇവരോട്? നമ്മളിപ്പോ ഓർഡർ കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യും ഏതൊക്കെ ഐറ്റം വേണമെന്ന് കടയിൽ നമ്മളോട് പറയും. അത് നമ്മൾ ഓർഡർ കൊടുത്ത് ഇവർക്ക് കെട്ടാൻ കൊടുക്കും. ഇവർ അതിനെല്ലാം ഓരോ ഐറ്റങ്ങളും കെട്ടുന്നത് ഓരോ രീതികളുണ്ട്. ചില നെക്ലസുകളാണെങ്കിൽ ഇങ്ങനെ കെട്ടണം,
മാലയ്ക്ക് കെട്ടുന്നത് ഇങ്ങനെ. അത് ഇവർക്ക് അറിയാം, ഇവിടെ അതനുസരിച്ച് കെട്ടി വയ്ക്കുന്ന രീതിയിലാണ് ഈ കാണുന്നത്. ഒരു 2-3 മോഡൽ ഞാൻ കാണിച്ചു തരാൻ കെട്ടുന്നത്. കെട്ടി കാണിച്ചു കൊടുത്ത് ഒരു 5-6 എണ്ണം. ഇത് ശരിക്കും ചെമ്പാണ് മെയിനായിട്ട് വരുന്നത്. ചെമ്പോ അല്ലെങ്കിൽ ബ്രാസോ രണ്ടിലേതെങ്കിലും ഒന്നേ നമുക്ക് പെയിന്റിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പോ ചെമ്പിലാണ് ഇങ്ങനെ കെട്ടിയിട്ട്. ചെമ്പിലാണ് നമ്മളിപ്പോ ചെമ്പിന്റെ വയറിലാണ് നമ്മളിത് കെട്ടുന്നത്. അതിപ്പോ 8 പിടി മാലയാണ് കെട്ടുന്നത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അടിപൊളി. ഇനി ഇത് ശരിക്കും ഒറിജിനൽ നമ്മൾ ഗോൾഡിന്റെ ലെവലിലേക്ക് എത്തിക്കും. അപ്പൊ ഇതാണ് ശരിക്കുള്ള സിസ്റ്റം. അപ്പൊ ഇതിന്റെ ബേസ് വരുന്ന കമ്പി ഇതാണ്. ഈ ചേച്ചി ഒരു മിനിറ്റ് എടുത്തോട്ടോ കേട്ടോ. ബേസ് വരുന്ന കമ്പി ഇതാണ് വരുന്നത്. ഇത് ഇതില് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള കോപ്പർ വയറിൽ വേണം നമുക്ക് കെട്ടാൻ. എങ്കിൽ മാത്രമേ ഇതിൽ കൂടി ചെറിയൊരു കറണ്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഗോൾഡ് ചെയ്യുന്നത്. ആ കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ വയർ തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇത് ഫുൾ മാലര് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സംഭവം. എന്തായാലും മാനുഫാക്ചറിങ് കാണാത്തവർക്ക് വേണ്ടിട്ട് കണ്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളതാണോ? ഇത് എന്താ? ഇതിപ്പോ നമ്മൾ ഗോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന അപ്പൊ ആ കമ്പി നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ എടുക്കും, കട്ട് ചെയ്തിട്ട് ഓരോരോ പീസിലായിട്ട്. അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റുകളാണ് ഈ കാണുന്നത്. ഇതും നമ്മൾ വെറുതെ വിടൂലേ? ഇതും എന്തെങ്കിലും ആവശ്യത്തിന് ഇതിലിപ്പോ തകവും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ ഗോൾഡ് സ്ട്രിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് തിരിച്ച് ഗോൾഡ് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഗോൾഡ് ചെയ്യുന്ന ഇത് ഈ കമ്പിയിൽ കയറുന്നത് തിരിച്ച് അതേപടി തന്നെ ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കാനും. അങ്ങനെ കൊടുക്കാനും പറ്റുന്നല്ലേ? ഓക്കെ, അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയാൻ വെച്ചാൽ അടിപൊളി ക്വാളിറ്റിയിലാണ്. ഇത് ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ? കഴിഞ്ഞിട്ടുള്ള വളകളാണ് കേട്ടോ, ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള. അപ്പൊ ഈ സാധനങ്ങളൊക്കെ പറയുമ്പോ ഇവിടെ കമ്പി കെട്ടിൽ മാത്രമേ ഉള്ളൂ. എന്നാലും ഈ പ്ലേറ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കാം. നമുക്കൊന്ന് പോയിട്ട് ഈ സംഭവമാണ് കേട്ടോ ഇനി സ്വർണ്ണമാക്കാൻ പോണത്. അപ്പൊ അതിന്റെ ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ പ്രോസസ്സിങ് കാണിക്കാന്ന് പറയുമ്പോൾ ഇത്തിരി ലെങ്ത് ആവും. അപ്പൊ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെ സാധനത്തിന് ആദ്യം ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? ഇപ്പൊ വാഷ് ചെയ്യണം. വാഷ് ചെയ്യണ മെഷീൻ ഏതാ വരുന്നത്? അതാണ് വാഷിംഗ് മെഷീൻ ആയിട്ട് വരുന്നത്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അഴുക്കെല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ നേരെ കോപ്പർ പോളിഷ് ചെയ്യണം. നമ്മളിപ്പോൾ എന്ത് സാധനമാണെങ്കിലും ഇതിന്റെ മുകളിൽ കോപ്പർ പോളിഷ് ചെയ്ത് ഫസ്റ്റ് ബേസ് കോട്ട്, എന്നിട്ട് വേണം ഗോൾഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തു. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അഴുക്ക് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു മെഷീനിലാണ് കോപ്പർ പോളിഷ് ചെയ്യണത്. ഓക്കെ, ഇതപ്പോ എങ്ങനെയാ നമ്മളിങ്ങനെ മുക്ക ചെയ്യണം? നമ്മളിങ്ങനെ ഓരോ ഒന്നായിട്ട് ഇങ്ങനെ കമ്പി നിരത്തി വലിയൊരു പ്രോസസ്സിംഗ് ആണ്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ, എന്നാലേ പോളിഷിങ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അതായത് പണ്ട് നമ്മൾ പഠിച്ച ആനോഡ് കാഥോഡ് സിസ്റ്റം പൂശാനുള്ളത് ആനോഡും കാഥോഡായിട്ട് വെക്കണം നമ്മൾ പഠിച്ചില്ല. അതേ മെത്തേഡ് തന്നെ ഇത് പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. ഇൻഡസ്ട്രിയൽ വെർഷനായിട്ട് അത് കുറച്ച് വലുതായിട്ട് ചെയ്യണം. അപ്പൊ ഈ കാണുന്ന കമ്പിയിൽ ഇങ്ങനെ ഇതിന്റെ ഓരോന്നോരോ ആ അറ്റം വരെ ഇങ്ങനെ ഫുൾ കാണാം. അപ്പൊ ഇതില് കോപ്പർ, അപ്പൊ ഇതിലേക്ക് കയറി കഴിഞ്ഞു. കോപ്പർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറ്റേണ്ടത് നമുക്ക് ഗോൾഡ് ആണ് കയറ്റേണ്ടത്. ഈ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം അത് എവിടെയാണ്? ഏത് മെഷീനിലാണ്? ഇവിടെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിലാണോ ആക്ച്വലി? ഇതാണ് ആക്ച്വലി ഗോൾഡ്. രണ്ട് തരമുണ്ട്, ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്. കോപ്പർ ചെയ്തു വരുന്ന സാധനം ആദ്യം ഗോൾഡ് കയ്യാദ്യം പോകേണ്ട ചൂടുണ്ട്. കോപ്പർ ചെയ്തു പോലെ പോളിഷിങ് നേരെ സിൽവർ കൊടുക്കും. കുറച്ച് സിൽവർ കയറണം, അതിനുശേഷം ഗോൾഡ് കയറണം. അതിന്റെ പ്രോസസ്. ഇത് കയ്യോടെ നമുക്ക് അവിടെ ആക്കി കഴിഞ്ഞിട്ട് കയ്യോടെ കയ്യോടെ തന്നെ ചെയ്യണം. ഒട്ടും താമസിക്കാൻ പാടില്ല. കോപ്പർ പെട്ടെന്ന് കറുത്തു പോകും. അപ്പൊ അധികം വൈകാതെ തന്നെ മുക്കി വന്ന് ഉടനെ തന്നെ. അപ്പൊ ഇതും ഓരോരോ ലെയർ എടുത്തിട്ടാണ് ചെയ്യണത്. ഈ ഓരോ ചെയിനിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പോളിഷിങ് കോട്ടിങ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞ് പിന്നെ ഈ തണുത്ത വെള്ളത്തിൽ മുക്കുന്നുണ്ട്. ഓരോ തവണ നമുക്ക് ഒരു ചൂടുവെള്ളത്തിട്ട് കഴിഞ്ഞാൽ അത് തണുത്ത വെള്ളത്തിലിടുക, അടുത്ത വീണ്ടും ഗോൾഡിലിടുക, വീണ്ടും വെള്ളത്തിലിടുക. വാഷിംഗ് ആണ് ഇതിന്റെ പ്രോപ്പറായിട്ട് വേണ്ടത്. നന്നായിട്ട് വാഷ് ചെയ്യുന്നതോറും ഐറ്റം കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ബേക്ക് ചെയ്യണ ഒരു സംഭവം കൂടി കാണുന്നുണ്ട്. കൊച്ചിൻ ഗോൾഡ് കവറിങ്, അവരുടെ ഫോൺ നമ്പർ വരെ കൊടുത്തിരിക്കണം. അവരുടെ ഐറ്റം ആണെന്നുള്ളത്. ഫൈനൽ സ്റ്റേജ് നമ്മൾ ഗോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പശ മുക്കും ഇതിന്റെ മുകളിൽ. ആ പശ മുക്കിയിട്ട് ഉണങ്ങിയെടുക്കുന്നതാണ് ഈ ഒരു ഓവനിൽ ഉണങ്ങി വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ബേക്ക് ചെയ്തെടുക്കാന്ന് പറയണത്. അതാണ് ഫൈനൽ വരുന്നത്. അല്ല, അപ്പൊ ഇത് കഴിഞ്ഞ അടുത്ത പ്രോസസ്സിങ് ഏതാ? അവിടെ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇതിലേക്ക് വരുന്നത്. കണ്ടപ്പോ എന്താ പെട്ടിന്ന് ഞാൻ ചോദിക്കാം. ഇവിടെ കുറെ ഇങ്ങനെ ഞാൻ എടുക്കണ സംഭവങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാ? അതെല്ലാം ചെയ്ത് വെച്ചേക്കണം. ഞാൻ അത് ലാക്ക് ചെയ്യാം. പശ മറ്റേ പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്നൊക്കെ പറയില്ലേ? ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മള് ലാക്ക് കെട്ടാനുള്ളത്. അതായത് നമ്മൾ പശ കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ കമ്പികളിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. പരസ്പരം നമ്മൾ ഒട്ടിച്ചേരാൻ പാടില്ല.
അതിനാണ് ഇങ്ങനെ ഓരോന്ന് ഒരു ബന്ധം ഇല്ലാണ്ടിരിക്കണം അതെ, അങ്ങോട്ടും ഒരു ഇങ്ങോട്ടും. ബന്ധമില്ലാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇന്നലെ ശേഷം ഇതിപ്പോ ഉണക്കാണോ ചെയ്യണത് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടതിന്റെ ഉദ്ദേശം എന്താ? ഇത് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ടാണതാ. ഉണങ്ങി വന്നത് പശ മുക്കാനായിട്ട് കെട്ടാനായിട്ടാണ്. കെട്ടാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ വാഷ് ചെയ്യും. ഒന്നും കൂടി 3 വെള്ളത്തിൽ വാഷ്. 3 വെള്ളത്തിൽ ഇത് നോർമൽ വാട്ടർ ആണോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ? ഓക്കെ. അല്ല, സാധാരണ ബക്കറ്റിലും വെള്ളം വെക്കുക, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വെച്ചാൽ നോർമൽ വാട്ടർ ആണോ? ഈ നോർമൽ വാട്ടറിൽ നമ്മൾ നന്നായിട്ട് കഴുകണം. എന്ത് സാധനവും നമ്മൾ ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും അത് വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റിയും എന്തെങ്കിലും ഫെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറി നല്ല ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കിട്ടുള്ളൂ. ഫിനിഷിങ്ങോട് കൂടി കിട്ടണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്ലാസ്റ്റിക് കോട്ടിങ് പറയുമ്പോൾ നമുക്ക് സ്കിന്നിൽ ഇച്ചിനെസ്, ഇറിറ്റേഷൻ ഇതൊന്നും ഉണ്ടാവില്ല. സാധാരണ ഈ ഗോൾഡ് അതിൻ്റെ നമ്മൾ റിപ്ലിക്ക ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സാധാരണ ചില പെണ്ണുങ്ങൾക്കൊക്കെ ഇവിടെ തടിപ്പ്, ചൊറിച്ചിൽ ആണെങ്കിൽ റെഡ് കളറിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് സ്കിന്നിൽ. പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റിന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തരത്തിലും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറയണത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഗോൾഡ്, സിൽവർ എല്ലാം സംഭവങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കോട്ടിംഗ് എന്ന് പറയുന്നതാണ് ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ്. ഇതിവിടെ ഒരു സ്മെല്ലും വരുന്നുണ്ട്, നല്ല സ്മെല്ലാട്ടോ. ഇതെന്തത് ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ മെയിൻ കോട്ടിംഗ്. കോട്ടിംഗ് കഴിഞ്ഞ് ഇതിനെ വീണ്ടും വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെള്ളത്തിൽ കൂടി ചേർന്ന് കളയുന്ന മിക്സിംഗ് ആണ് ഈ കാണുന്നത്. തിരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും ഇവിടെ തന്നെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ മുക്കുന്ന സാധനം ഇവിടെ വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് ഇതിൽ വീഴും. ഇത് നേരെ വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും പശയിട്ട് ഇതിനകത്ത് അതിനുശേഷം വീണ്ടും നമ്മളത് വാഷ് ചെയ്യും. ഇവിടെ മുക്കി കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ 2 വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യും. ഇവിടെ 2-3 തവണ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ബേക്കിലേക്ക് പോകണം. വീണ്ടും നമ്മൾ ഉണക്കാനിടും, ഡ്രൈ ചെയ്യാനായിട്ട് ഇടും. ഇതിനുള്ളിൽ ഇത് ബ്ലോവർ. ഇത് ഓവണ? ഇല്ല, ഇത് ബ്ലോവർ. ബ്ലോ ഡ്രൈ. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബ്ലോ ഡ്രൈ. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആയിരിക്കും. ഒരു ഹാഫ് ആൻ അവറോളം നമ്മൾ പോകണം. ഇതിന്റെയാണ് ശബ്ദം അല്ലേ? ഇവനാണ് ശബ്ദക്കാരൻ. അപ്പൊ ഇതാണ് ബ്ലോ ഡ്രൈ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു ഓവനിലിട്ട് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇത് ഫൈനലാണോ? ഇല്ല, ഇതിപ്പോ ഹാഫേ ആയിട്ടുള്ളൂ. ഹാഫും കൂടി ഉണ്ട് ബ്ലാക്കും ഓവനും കൂടിയാണ് ബാക്കി ഹാഫ് ചെയ്യാൻ. ഇനി കഴിഞ്ഞിട്ട് വേണം ഇത് വരാനായിട്ട്. ഇതൊക്കെ സംഭവങ്ങളല്ല നമ്മുടെ കഴുത്തിലും കാതിലൊക്കെ ഇടുന്നത്. ഇപ്പോഴെല്ലാം മനസ്സിലായത്. കണ്ടോ എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഫുൾ ആ ഫിനിഷിങ്. ഇപ്പൊ പകുതി ആയാലും ഫിനിഷിങ് ഉണ്ട് കേട്ടോ ഇതിന്. ഓരോന്നിനും നോക്കിയേ ആ ഒരു ഫിനിഷിങ് ചെയ്ത് വെച്ചിരിക്കണത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യോ? ഇത് നമ്മൾ അതിന്റെ ലെങ്ത് നോക്കിയിട്ട് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതില് പറ്റി പിടിച്ചിരിക്കണ ഗോൾഡ് പിന്നെ വീണ്ടും ഏറ്റവും അവസാനം നമ്മൾ ഓവൻ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓരോ ഐറ്റം ആയിട്ട് തരം തിരിച്ച് കട്ട് ചെയ്ത് ഐറ്റത്തിന്റെ ബാക്കിയാണ് അവിടെ നമ്മൾ കണ്ടത്. സച്ചിൻ ചെയിൻ ഉണ്ട്, പിരി ചെയിൻ ഉണ്ട്, എല്ലാം തരം ചെയിനുകളുണ്ട് കേട്ടോ. 8 പിടി 9 പിടി അങ്ങനെ പറഞ്ഞിട്ടുള്ള ചെയിനുകൾ. അപ്പൊ ഒരാൾ ഫുൾ ടൈം ഇത് കെട്ടാനും പിടിക്കാനും. അപ്പൊ ഈ ഒരു മാനുഫാക്ചറിൽ തന്നെ ഇത്രയും വർക്കേഴ്സ് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫൈനൽ പ്രോസസ്സിങ് എന്താണെന്നുള്ളത് ഞങ്ങൾ ഇനി അവിടെ പോയി നോക്കട്ടെ. നിങ്ങളെ ശരിക്കും ഫൈനലായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വർക്കൊന്നും പോയി കാണണ്ടേ? കടയിലുണ്ടാവുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ശരിയപ്പോ താങ്ക് യു, ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തത്. നമ്മള് നിങ്ങളുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ കോണി നിങ്ങൾ വിട്ടിട്ടില്ല. കോണിയിലും ഉണ്ട് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ നെക്ലേസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഈ നോർമൽ ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന ചെറിയ നെക്ലേസുകളാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ ഫുൾ ലോക്കഡ് ബാംഗിൾസ് ആണ് ഫുൾ വരുന്നത്. ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഫുൾ ഡയമണ്ട് റെപ്ലിക്കയുടെ ലോക്ക് ബാംഗിൾസും ഇവിടെ നോർമൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലോക്ക് ബാംഗിൾസും ആണ് വരുന്നത്. പലതരം വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പും ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ പറ്റും. അതിന്റെ ഒരു ഹിന്റ് കൂടിയാണ് ഈ ഒരു ഉദ്ദേശം. നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് നമുക്ക് അതിനകത്ത് എടുക്കുമ്പോൾ കാണുന്നില്ല, ബൾക്കായിട്ട് എടുക്കുന്നത് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതില് ആന്റി ടെർണിഷ് ഉണ്ട്, ഡയമണ്ടിന്റെ റിപ്ലിക് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ്. റോസ് ഗോൾഡിൽ വരുന്നുണ്ട്, സിൽവറിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ പ്ലേറ്റഡ് ആണ്. നമുക്ക് കുട്ടികളുടെ വടകളാണ് ഇവിടെ വരുന്നത്, ഈ നിലത്തുള്ളത് അല്ലേ? താഴെ വരുന്നത്. ഓ, ഇനി 90-ന് അല്ലെങ്കിൽ കുട്ടികളുടെ വള തൊട്ടിട്ട് നമുക്കൊരു 5 വയസ്സ് വരെയുള്ള പിള്ളേരുടെ വളകൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ വേറെ ഉണ്ട് സെക്ഷൻസ് ആയിട്ട്. ഇതും അതിൽ വരുന്ന നോർമൽ
നെക്ലേസിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതിനകത്ത് ഫുള്ള് വരുന്നത്. നെക്ലസിന്റെ ഒരു 1000-ന് മേലെ ഡിസൈൻസ് മാത്രമേ ഉണ്ടോ കേട്ടോ, ഡിസൈൻസ് സ്റ്റോക്ക് അല്ല പറയണത്. അപ്പൊ അത്രയും ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ലോങ് ബാംഗിൾസ് അതും നെക്ലസിന്റെ കാര്യം മാത്രം, വള മാല ഇപ്പൊ കമ്മല് ഇതൊക്കെ വേറെ. ഇതും അതന്നെ ബാംഗിൾസ് ആണ് നമുക്ക്. ഇത് നമുക്ക് നോർമൽ ചെയിൻ വരുന്നത്, നോർമൽ നമ്മുടെ കർണാടക സ്റ്റൈലിലുള്ള പറയില്ലേ, ഫുള്ള് കരിമണിയിലും എല്ലാം വരുന്നുണ്ട് നമുക്ക്. ഒറിജിനൽ പോലെ അല്ലേ, ഒരു മാറ്റമില്ല, ഒറിജിനൽ തന്നെ. ആരിതിപ്പോ കണ്ടുപിടിക്കാൻ, നമ്മളിട്ടു, നമ്മളവിടെ ഇരുന്നു, പിന്നെ പറയില്ല ഇത് ശരിക്കും സ്വർണ്ണമാണോ അല്ലെങ്കിൽ ഡയമണ്ട് ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ. അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാ ചെയ്തിട്ട്. ഓ, നമ്മളെ അമ്മമാരുടെ ഹരം ആയിട്ടുള്ള ചെയിൻസുകൾ ഇതായിരിക്കുന്നു. ഇതിനിപ്പോ എത്ര ലെങ്ത് തൊട്ട് അല്ലെങ്കിൽ ഏത് അതായത് ഇവിടെ നിന്ന് മുഴുവൻ നമുക്ക് 6 പിടിയിൽ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 പിടിയുടെ ബോക്സ് ചെയിൻ ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളവരായിട്ട് നമുക്ക്. ഇതാണ് കൂടുതൽ മൂവിങ് ഐറ്റം. ഇത് കുട്ടികൾക്കൊക്കെ പെൻഡന്റ് ഒക്കെ ഇട്ട് ഇടുമ്പോൾ നമ്മൾ കോളേജ് പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റത്തിൽ പോകുന്നതാണ്. സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം അല്ലേ. നമ്മൾ ആരും അറിയാൻ പോണില്ല ഒറിജിനൽ എന്നുള്ളത്. നമുക്ക് അതിൽ തന്നെ വരുന്ന കരിമണിയിൽ വരുന്നതുണ്ട്, ക്രിസ്റ്റലിൽ വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ചെയിനാണ്. ഇത് ഫുൾ 6 പിടിയിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ 8 പിടിയാണ് നമുക്ക് മുകളിൽ. ഇത് 8 പിടി. ഓ, ശരിക്ക് ആ സ്വർണ്ണ കടയിൽ പറഞ്ഞ 8 പിടി, പിന്നെ 10 പിടി, 6 പിടി, 5 പിടി, ഇതല്ലേ സ്വർണ്ണ കടയില്. ഇതൊക്കെ നമുക്ക് ഇതിൽ വരുന്നതാണ്. ബോംബെ ചെയിൻ, അങ്ങനെ പല പല ഡിസൈൻസ് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതായിരിക്കും മൂവിങ്. ഇങ്ങനത്തെ നമുക്ക് നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ്. അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന. അമ്മമാര് കണ്ടോ, ഇത് നല്ല ഉറപ്പുള്ളതോടെ ഇത് അടിച്ചോ. സ്വർണ്ണക്കടയിൽ മുമ്പ് ഏറ്റവും ആദ്യം കേൾക്കുന്ന ഡയലോഗാണ്. വേറെ എന്ത് തന്നെയും പറഞ്ഞ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ലൂസ് ഔട്ടാ, അതാ മേടിച്ചോ ഇത് മേടിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ എന്ത് ലൂസായാലും ടൈറ്റ് ആയാലും ഇത്രയ്ക്കൊരു വില വരുന്നതാണോ നമുക്കറിയില്ല. പിന്നെ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി. ചേച്ചി കസ്റ്റമർ അല്ലേ? വാ, കൂടല്ലേ ചേച്ചിയുടെ കൂടെ ഒരു ബോക്സ് നിറച്ച സാധനങ്ങളായിട്ട് പിന്നീട് സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. കട എവിടെയാ? കട എവിടെയാ? വാ, ഇതെന്തത് കണ്ടാ? ഇപ്പൊ പെട്ടുപോയി, സത്യം പറഞ്ഞ ഞാനാ പെട്ടത്. ഇപ്പൊ എനിക്കൊരു ഡൗട്ട്, ഈ ഇട്ടത് സ്വർണ്ണാണോ മറ്റേതാണെന്നുള്ളത്. സ്വർണ്ണാണോ? കണ്ടിട്ട് ഇവിടുത്തെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ അങ്ങനെ പറഞ്ഞത് താങ്ങി തനി തങ്കാന്നല്ലേ. അതിപ്പോ നിങ്ങളോട് അങ്ങനെയൊക്കെ പറയും, ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ അതും ആ പേരും പറഞ്ഞിട്ട് വലിക്കാൻ വരായിരിക്കോ, സ്വർണ്ണ പറഞ്ഞിട്ട് വലിക്കാൻ വരുമോ? ഓക്കെ, അതെ. അതാ ഞാൻ പറഞ്ഞത്, ഇത് കണ്ടിട്ട് വീഡിയോ കാണുമ്പോ സ്വർണ്ണാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞാനൊന്നും ചോദിക്കില്ല. ചേച്ചി സ്റ്റഡി ആയിട്ട് നിൽക്കൂ. ചേച്ചിയുടെ പേര് പറഞ്ഞേ. ലത. ലത ചേച്ചി എവിടെ നിന്നാണ്? ഇവിടെ ഈ കൊച്ചിൻ ഗോൾഡിലൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എത്ര നാളായി? 2-3 വർഷമായി. അവിടെ ഷോപ്പാണോ ഇങ്ങനെ ഓൺലൈനാണോ? ഷോപ്പാണ്. നിങ്ങളാണോ നടത്തിക്കുന്നത്? അതെ. എങ്ങനെയുണ്ട് ഇവിടെ? സെലക്ഷൻ ആണോ അല്ലെങ്കിൽ റേറ്റ് വൈസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ക്വാളിറ്റി വൈസ് ആണോ? എന്താണ് ഇവിടുത്തെ? രണ്ടും ക്വാളിറ്റി നല്ലതാ. ഇഷ്ടപ്പെട്ടു? ഇനി എന്ത് പറയാനായിട്ട്? ചേച്ചിയുടെ കൂടെ കൂട്ടിന് വന്നതാ? എന്റെ ചേച്ചി കണ്ടപ്പോ തോന്നി ഒരു വീട്ടിൽ തന്നെയാണ്. അപ്പൊ പൊട്ടിക്കല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്തേക്ക് പോവാം. ഇപ്പൊ ഇത് ചെയിന്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയിനിലാണ് ഫുള്ള് വരുന്നത്. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ്. അമ്മമാർ പഴയ ഗോൾഡൻ ഞാൻ തോന്നുന്നു നമുക്ക് ഒറിജിനൽ ആയിട്ട് നല്ല എന്താ പറയാ. പക്ഷെ ഇതിന്റെ ഒരു ക്വാളിറ്റി ഫിനിഷിംഗ് ഒക്കെ നോക്കിയത് നല്ല എന്താ പറയാ, ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും പറയാം, ഇടുമ്പോ കനത്തില് തന്നെ ഇട്ടോ. കനത്തിലിടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറെ ഇതിനേക്കാളും നല്ല കനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലെങ്ത്തും ഉണ്ട് നമുക്ക്. ഇതൊക്കെ മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്. രണ്ടിനും ഇവിടെ വരെ നമുക്ക് ഗ്ലോസിയും ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രം നമുക്ക് മാറ്റ് ഫിനിഷിംഗിൽ വരുന്നത്. അങ്ങനെ വരുന്നത് അല്ലേ. പിന്നെ ചെറിയ കുട്ടികൾക്ക് തൊട്ട് നമുക്ക് 5 പിടിയിൽ വരുന്നതാണ്. ഇത് 5 പിടി. ഇതിപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് എന്തൊക്കെ ഞാൻ പറയുള്ളൂ. അത്രയും ഫിനിഷിംഗ് ആണ് സത്യം കേട്ടോ. ഇതിപ്പോ ആരും അറിയാനൊന്നും പോണില്ല. പക്ഷെ സൂപ്പർ. ശരിക്കും ഞാനൊരു സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ. സത്യം. ഡിസ്കോ ചെയിൻ വേണോ? എന്തോ 8 പിടി വേണോ? 10 പിടി വേണോ? ബോക്സ് ചെയിൻ വേണോ? ഡിസ്കോ ചെയിൻ വേണോ? അല്ലേ? ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയിന്റെ വെറൈറ്റി കാണാം. ഈ മുകളിൽ ഇരിക്കുന്നതൊക്കെ അത് തന്നെയാണ്. ഇവിടെ നമ്മള് സ്വർണ്ണക്കടയിൽ പോകുമ്പോ കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് സച്ചിൻ. ഈ സച്ചിന്റെ ഇതിന്റെ ഒക്കെ എങ്ങനെയാ? ഇത് മാറ്റിലാ വരുന്നത് അല്ലേ? ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം, എത്ര വേണമെങ്കിലും ലെങ്ത്തും കനം കൂട്ടിക്കോ അല്ലേ. പിരിച്ചെയിൻ ഇതും നമ്മുടെ
അമ്മമാരുടെ കൂടുതൽ ഹരം ജ്വല്ലറിയിലൊക്കെ കൂടുതലും അങ്ങനത്തെ ചെയിൻ പോകുന്ന ഒരു ഐറ്റം. ഇതില് കനമുള്ളതും ഉണ്ട് അല്ലേ? ഉണ്ട്. കനം കുറവുള്ളതുകൊണ്ട് കനം ഉള്ളതും ഉണ്ട്, കനം കുറവുള്ളതും ഉണ്ട്. ഇനി ഇവിടെ വരുമ്പോ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് താലി ചെയിൻ അതെ അല്ലേ? താലി ഉണ്ട് ഇവിടെ. പിന്നെ താലിയുണ്ട്, നമുക്ക് പലതരം താലികൾ കാണാം. അപ്പൊ ഇതിലെ ഏറ്റവും കനമുള്ളത് നോക്കി തന്നെ ഞാൻ പിടിക്കാം അല്ലേ? അതെ, ഇത് തന്നെ ആയിക്കോട്ടെ. ഇത് പറഞ്ഞെടുത്തടി മോളെ. എന്തായാലും താലി ചെയിൻ ഇട്ടിട്ടില്ല, അതിന് പകരം ഇത് കിടക്കട്ടെ. ആൾക്കാർ ഇത് കണ്ടിട്ട് പിന്നെ കസ്റ്റമർ അല്ല ചിരി കണ്ട് ചിരിക്കണേ, ചേച്ചിക്ക് എന്താ പ്രാന്താണോ എന്ന് ചോദിച്ചിട്ട് ഇതാക്കിയാലോ. അതോ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഒരു അമ്മയുണ്ട്, ആളെ എപ്പോഴും പറയും സ്വർണ്ണക്കടയിൽ പോയി അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാനിടുമ്പളേ ഇത്രയ്ക്ക് ഇടരുത്, ഇവിടെ വരെ മുട്ടണം ഇടണമെന്ന് അങ്ങനെ പറയാറ്. ഞങ്ങളപ്പോൾ ശരിക്കും ആൾക്ക് കാശുണ്ട്, എന്ത് വേണേലും ആവാമല്ലോ. അപ്പൊ ഈ ഒരു ശരി കൂടി നോക്കാം അല്ലേ? ട്രൈ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ കിടക്കട്ടെ എന്ന്. നമുക്കൊരു ലെങ്ത് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് ഈ ലെങ്ത്, ഈ കനം, ഏത് കനം വേണമെങ്കിലും ഉണ്ട്. എന്താന്നൊക്കെ ഒരു ചെയിൻമ ലുക്ക് തന്നെ മാറിയെന്ന് അല്ലേ? അതാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഊരിക്കോ, ചക്കലൊക്കെ വിട്ടിട്ട് പോകുന്നു. എൻ്റെ കൂടി ഊരിക്കോ എന്നാ. ഇത് എവിടെ വെച്ചേ. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ദൂരത്തുനിന്ന് ആൾക്കാരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു നിസാരം എന്താ പറയാ, നമ്മുടെ എറണാകുളം ഭാഗക്കാരും മാത്രമല്ല, കേരളത്തിലെ ഒരുപിടുത്തം മിക്ക വലിയ ഷോപ്പിലുള്ള പുറത്തുണ്ടാ. ഗ്രേറ്റ്. അങ്ങനെ പല പല സ്ഥലത്തു നിന്ന് നമുക്ക് ഇവിടേക്ക് വരുന്ന. പിന്നെ എനിക്ക് ഒരു സംശയം കൂടി എനിക്ക് ചോദിക്കാണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പൊ ഇഷ്ടപ്പെടാണെങ്കിൽ ഈ സാധനം ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് വരാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് നമുക്ക് എടുക്കാം. അതെങ്ങനെയാണ്? നമുക്ക് വാട്സപ്പ് വഴി എടുക്കാം നമുക്ക്. അതുപോലെ നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കൊടുത്ത് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി? നമുക്ക് രാവിലെ 9 o'clock തൊട്ട് വൈകിട്ട് 9 o'clock വരെ. രാത്രി 9 സൺഡേ ഇപ്പൊ ഓൺ ആയതുകൊണ്ട് തുറന്നിട്ടുണ്ട്. ഓണം കഴിയുന്നവരെ എല്ലാ സൺഡേ നമുക്ക് ഓപ്പണിംഗ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സെക്ഷൻ മാറി. അതെ, ആംഗ്ലറ്റ് പാദസരം അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം. പണ്ടത്തെ ഒരു സ്റ്റൈല് ഇപ്പോഴൊക്കെ അല്ലേ ഈ ആംഗ്ലറ്റ് അത് ഇതൊക്കെ. പക്ഷെ പച്ച മലയാളത്തിൽ പറയണ പാദസരം എന്താ കേൾക്കാനും സുഖം, കാണാനും സുഖം. അതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. അതിൽ നമുക്ക് സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതും പേൾ വർക്കിലും അങ്ങനെ വെറൈറ്റീസ്. ഇത് നമ്മുടെ പാസരത്തിന്റെ ഒരു കളക്ഷൻ അല്ലേ? അപ്പൊ പാസരം എന്ന് പറയുമ്പോ ഞാനേ സ്വർണ്ണത്തിന്റെ പാസരം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇടാറില്ല. എന്താ റീസൺ എന്ന് അറിയാം, 2 വീലർ ഇടുമ്പോ അങ്ങനെ അറിയില്ല. ഇനിയിപ്പോ ധൈര്യമായിട്ട് 2 വീലർ ഇടുമ്പോ ഇടാം, എപ്പ എവിടെ വേണമെങ്കിലും അല്ലേ? ഇപ്പൊ ഈ പാസരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലും ഉണ്ട് ലെങ്ത്. എങ്ങനെയാ? ചെറിയ സൈസ് 6 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6, 7 കൂടുതൽ നോർമൽ പോകുന്നത് 10, 10, 11, 11, 12 അങ്ങനെയാണ് നമുക്ക് പോകുന്നത്. വലിയ ലേഡീസുകൾ നമ്മൾ കുറച്ച് ഏജ് ആയിട്ടുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത്. അതില് മാച്ചും ഉണ്ട്, ക്ലോസ് ചെയ്യാം. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ ക്വാളിറ്റി, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്രിസ്റ്റലും വരുന്നുണ്ട്, കരിമണിയിൽ വരുന്നുണ്ട്. ഇത് കൂടുതൽ കുറെ വയറുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. ഈ ഒരു പാസരോ അടിപൊളി. പിന്നെ ഇതൊക്കെ ഫുൾ പാസരം. പേൾസിൽ വരുന്നുണ്ട്, മറ്റേ പരസ്പര ചെയിനിൽ. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. പറച്ചില് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് വരുന്ന അങ്ങനെ പോകുന്നതാണ്. നോർമൽ ഇതാണ് നമുക്ക് ആംഗ്ലറ്റ് പാദസരത്തിൽ തന്നെ വരുന്ന വേറെ ഒരു വെറൈറ്റി കളക്ഷൻ ആണ്. പിന്നെ ഇതൊക്കെ ഫുൾ പാദസരത്തിന്റെ കളക്ഷൻ ആണ്. ഇതൊക്കെ ഫുൾ ഇവിടെ ഈ അറ്റം വരെ മൊത്തം അത് തന്നെയാണ് വരുന്നത്. ഇനി നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് അമ്മമാർക്ക് ഇല്ലാണ്ട് പറ്റൂല. അതാണ് ഈ ഒരു ഫുൾ സെക്ഷൻ. ഇതിലെടുക്കുമ്പോ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് സാധാരണ ഇപ്പൊ ഈ ഫുൾ പാക്ക് സെറ്റ് വള വരുന്നത് മാറ്റിലാണ് വരുന്നത്. ഒറ്റവള എന്നൊക്കെ പറയില്ലേ നമ്മള്? ആ സാധനം തന്നെ ഒറ്റവള വരുന്നുണ്ട്. ഇപ്പൊ ഓണം ആയിട്ട് വന്നതാണ്. നമുക്ക് മാങ്ങയുടെ ഡിസൈൻ ഉണ്ട്. അപ്പൊ താമര ഉണ്ടാവൂലോ? നാഗപടം ഉണ്ട്, പാലക്കീം. ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ഫുള്ള്. എന്ന് നോക്കാ, ഇഷ്ടമുള്ളത് ബാസ്കറ്റിൽ അങ്ങോട്ട് പറക്കിയിടാം. എത്ര വേണമെങ്കിലും പറക്കിയിടാൻ പറ്റും. അത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. അന്നാ 3 കളറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 3 കളറിൽ അല്ലേ? ഓക്കെ. ഇത് ഫുള്ള് ഒറ്റ വളരെ കളക്ഷൻ അല്ലേ? അതില് വളയും വരുന്നുണ്ട് നമുക്ക്. ലക്ഷ്മിയുടെ ഒക്കെ വളയുണ്ട്, സ്റ്റോൺ വെച്ചതുണ്ട്. ഇതൊക്കെ ലക്ഷ്മിയുടെ ബാങ്കിളിൽ വരുന്ന ചെറുത് വരുന്ന. ഇങ്ങനത്തെ ചെറുതിലും ഉണ്ട്, വലുതിലും ഉണ്ട്. വലുതിലും ഉണ്ട്. ഇത് ഫുൾ വളരെ ഒരു കളക്ഷൻ വരുന്നത്. ഇതിന്റെ ആക്ച്വലി ബേസ് കാര്യങ്ങൾ ഇതൊക്കെ ഇത് പറയുമ്പോ എന്തായിരിക്കും അറിയോ?
അത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കരുത്. അത് നമുക്ക് ഇവിടുത്തെ കാര്യം ചോദിച്ചോ, അത് പറഞ്ഞുതരാം. അവിടുത്തെ കാര്യം അവിടെ, ഇവിടുത്തെ കാര്യം ഇവിടെ, അങ്ങനെ നമുക്ക് സ്റ്റോൺ പല സൈസാണ്. 22, 24, 26, 28, 210. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് വരുന്ന സൈസ്. ഇത് നമ്മുടെ കൈ ചെയിൻ ഇത്ര അധികം ആണുങ്ങളുടെ. ആ ഓ, ഞാൻ വിചാരിച്ചു ലേഡീസിന് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടാ. എല്ലാവർക്കും ഉണ്ട്. ചെക്കന്മാർക്കുള്ളതാ കൈച്ചേനുകള്. എത്ര വെറൈറ്റീസ് വേണം ഇതുപോലെ കളക്ഷൻസ്. ഇത് ഫുൾ കൈച്ചേനല്ലേ? കരിമണി, രുദ്രാക്ഷം, കരിങ്ങാലി എല്ലാം ഉണ്ട്. കരിങ്ങാലിയിൽ വരുന്നത് അത് രുദ്രാക്ഷം മുത്തായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതാണ് കൂടുതൽ ഡിമാൻഡ് ചോദിച്ചു വരുന്നത് അല്ലേ? ഇത് കഴിച്ചതിന് ഇത് വെറുതെ ഇങ്ങനെ ഇട്ടാ മതി. നമ്മള് പിള്ളേർക്ക് കിട്ടുന്ന ഇത് പിള്ളേർക്ക് ചേച്ചി കൂടുതൽ ആ ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ലേ? ലാസ്റ്റിങ് ചേച്ചി പറയേ, ചേച്ചി പറയേ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഒത്തിരി നാളായിട്ട് മുമ്പ് തൊട്ടെടുക്കുന്നത് നല്ല സാധനം ഇതില്ലേ മൊത്തത്തില് ഇവിടുത്തെ മൊത്തം സാധനം നല്ലതാ, കളർ പോകുമല്ല. ഒരുപാട് നാളെടുക്കും. ഞാൻ എല്ലാ ഓഫീസിലും കൊടുക്കുന്നു. എനിക്ക് മുഴുവൻ കോട്ടയം, പത്തനംതിട്ട അങ്ങനെയുള്ള ഓഫീസുകളിലെല്ലാം ഞാൻ കൊടുക്കുന്നു. സപ്ലൈ ചെയ്യുന്നു എല്ലാ ഓഫീസിലും. നമ്മുടെ പിന്നെ ഇത് പുറത്തോട്ട് പോകുമോ? അവരൊക്കെ ചിലപ്പോ വേണ്ട. കടയുടെ പേര് പറയണ്ട, ബാക്കി എന്തുവാണെങ്കിലും ചേച്ചി. കളക്ടറെയൊക്കെ പേര് പറയുമ്പോൾ പ്രശ്നമല്ലേ? കൊടുക്കുന്ന ഞാൻ കളക്ടർക്ക് വരെ കൊടുക്കുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല, അത്രയും വലിയ മുതലാണ് ഇവിടെ നിൽക്കുന്നത്. അതെ. അപ്പൊ എല്ലാ ഐറ്റംസും ഇപ്പൊ ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയാ. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസിലായിട്ട് ആദ്യം കൊടുത്തോണ്ടിരുന്നത്. അവിടുന്ന് അവര് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അവരെന്നെയാ ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അങ്ങനെ കോട്ടയത്ത് കളക്ടറേറ്റിൽ പോയി, കോട്ടയം കളക്ടറേറ്റിന് പത്തനംതിട്ടയിലോട്ട് പോയി, പത്തനംതിട്ട അങ്ങനെ മൊത്തം എല്ലായിടത്തും സപ്ലൈ ഉണ്ടെന്ന ആൾക്ക് ചെറിയൊരു ഏജന്റ് പണിയാണെന്ന് മെയിനായിട്ട്. എന്നെ അവര് വിളിച്ചോണ്ട് പോകും, ഞാൻ പോന്നല്ല, അവരെന്നെ വിളിച്ചോണ്ട് പോകും. കാരണം എന്താ? കൊച്ചിൻ ഗോൾഡ് കവറിന്റെ ക്വാളിറ്റി. ഇതാണല്ലേ ഉമ്മ എന്ന് പറഞ്ഞത്. ഉമ്മയാണ് എന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞത്. ഓ, നടക്കട്ടെ നടക്കട്ടെ. ഓക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ അറ്റം വരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൊത്തം വളകൾ മാത്രം കേട്ടോ. വളകളുടെ ഏത് സൈസ്, ഏത് ഡിസൈൻസ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇതിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡിസൈൻസ് ഒക്കെ തടവള പോകും, അതുപോലെ ഒറ്റവള, ഇതുപോലുള്ള ഡിസൈൻ. ഇതാണ് കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഐറ്റം. നമുക്ക് റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ചെറിയ ഇപ്പൊ കമ്പിവള പോലെ വരുന്ന ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഇതും അതുപോലെ മൂവിങ് ഉള്ള ഒരു ഐറ്റം. ഇത് കമ്പിവള, അങ്ങനെ പോകുന്ന ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കമ്പികളാണ്. പക്ഷെ ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ എടുക്കണം, ആ കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. ഓരോരുത്തരും എടുത്ത് വെച്ചിരിക്കണം. കൊട്ടകൾ നോക്കിയേ, ഞാനിപ്പോ ഇങ്ങോട്ട് നോക്കിയപ്പോൾ അതെ ഇതൊരാൾ എടുത്ത് വെച്ചിട്ടുള്ളത്, ഇതൊരാൾ എടുത്ത് വെച്ചിട്ടുള്ളത്, ഇതൊരാൾ എടുത്ത് വെച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വളരെ ഒരാൾ എടുത്ത് വെച്ചിട്ടുള്ളത്. എടുത്ത് വെച്ചതാന്ന് അങ്ങനെ കാണിക്കല്ലേ? ഇതൊക്കെ എടുത്ത് വെച്ചതാണ്. ഓക്കെ. അപ്പൊ ഇത് വെക്കി. അപ്പൊ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോ എന്താ? ഇതും നമ്മുടെ ബാംഗിൾസ് തന്നെയാണ് വരുന്നത്. മാറ്റ് ഫിനിഷിംഗിൽ വരുന്നതുണ്ട്. ഗ്ലോസി, നോർമൽ തടവള ലൂസായിട്ട് കിടക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടിട്ട്, നോക്കാൻ വേണ്ടിട്ട് വെച്ചേക്കണം. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അല്ലേ? അതിന്റെ ലൂസായിട്ട് ക്വാളിറ്റി അടിപൊളിയായിട്ടാ. ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഫിനിഷിംഗ് ആണ്. സാധാരണ നമ്മൾ പെണ്ണുങ്ങളെ ഏറ്റവും ആദ്യം കൂടുതൽ നോക്കുന്നത്, ഇത് എനിക്ക് പാകാവൂന്ന് എനിക്കറിയില്ല, ഏറ്റവും പെണ്ണുങ്ങൾ കൂടുതൽ നമ്മൾ റീറ്റെയിൽ കടയിൽ നിന്ന് കസ്റ്റമേഴ്സ് പോകുന്നത്, എന്നാലാണ് ഇവിടേക്ക് കസ്റ്റമേഴ്സ് വരികയുള്ളൂ. അപ്പം ഏറ്റവും എൻഡ് യൂസ് കസ്റ്റമറുടെ ഒരു ഇതെന്ന് പറയുന്നത്, ഞാനും കൂടുതൽ നോക്കണത് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഇടുമ്പോൾ സ്കിന്നിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ, പൊട്ടിയിട്ടുണ്ടോ, ഇച്ചിനെസ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ സാധനങ്ങൾക്ക് ഇവരുടെ ഐറ്റംസ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ സാധാരണ ആൾക്കാർ ഇതാ ഇങ്ങനെ പിടിച്ചു നോക്കും, പൊട്ടിയോ അല്ലേ? ആ, സ്വർണ്ണക്കടയിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതിൽ നോക്കും എന്തായാലും. സ്റ്റോൺ വരുന്ന ബാംഗിൾസ് ആണ് ഫുൾ ഈ കാണുന്നത് അല്ലേ? ഇതും പ്ലേറ്റഡ് ആണോ? ഓക്കെ. ഇത് സ്റ്റോണിൽ ഡിഫറെന്റ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. നോർമൽ പേസ്റ്റൽ കളേഴ്സ് ആണ് കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ട്. കളഞ്ഞു കിട്ടിയ ഒരു മുതലിട്ടോ എനിക്ക്. കളഞ്ഞു കിട്ടി. ഞാൻ കൊണ്ട് പണയം വെക്കാൻ പോവാണ്. കളഞ്ഞു കിട്ടി. നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ പോയത്? കളഞ്ഞു കിട്ടി. ഇത് കഴിഞ്ഞു കിട്ടി. ഇതെന്താ സംഭവം? ചെറിയ വള. ഇതെന്തായാലും ഇപ്പൊ കളഞ്ഞു കിട്ടിയ സാധനമല്ലോ, ഒന്ന് കണ്ടിട്ട് പോവാ. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാ. അപ്പൊ നമ്മള് ഈ കൊറേ കൊടുത്തിട്ടുണ്ട്. അയ്യോ, കൊറേ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻസ് ഒന്നും എടുത്തടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനത്തെ ഡിസൈൻസും ഉണ്ട്. നിങ്ങൾക്ക് ഏത് മോഡൽ ഈ ഡിസൈൻസ് ഒക്കെ കൂടുതൽ മൂവിങ് ആണ്.
ഇനി ഇവിടെ നമുക്ക് തൂക്കം ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. മറ്റേത് ചോരന എത്ര തൂക്കാണോ ഒന്ന് കുറയ്ക്കുക ഒന്ന് കൂട്ടുക അങ്ങനെ പറയൂല. ഇനി ഇവിടെ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫിനിഷിങ് അടിപൊളി. നിങ്ങളുടെ മുതലാളി എവിടെയാ? കാണാനില്ലല്ലോ. അതെ, ഇത് ലക്ഷ്മിയുടെ അല്ലേ? ഇതൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് പോകുന്നത് അല്ലെ, ഇങ്ങനത്തെ കളക്ഷൻസ്. ഇതിപ്പോ ശരിക്കും ലോക്കഡ് അല്ലല്ലോ, നോർമൽ ബാങ്ക് അല്ലേ? ആ, എന്നാൽ ലോക്ക് ടൈപ്പ് ആയിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള സ്റ്റോണിൽ വരുന്നതാണ്. സ്റ്റോണില് ഇത് ഒരു നമ്മുടെ എന്റെ ഇതിനൊക്കെ കറക്റ്റ് ആയിരിക്കും അല്ലെ, ഈ ഒരു മാലയ്ക്ക് പകരം. കറക്റ്റ് ആയിരിക്കും. നമുക്ക് സൂഫിയും വരുന്നുണ്ട് അതിനകത്ത്. ഇതൊക്കെ സ്റ്റോണിന്റെ ഫിനിഷിങ്. ഒരു മിനിറ്റ്, ഇത് ഒട്ടിച്ചിക്കണമെന്നൊന്നല്ല, ലോക്കിംഗ് സിസ്റ്റം ആണ്. ആ കാര്യം കൂടിയും എടുത്ത് പറയാണ്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ആ ചേച്ചി കഴിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് ഇതിന്റെ കൂടെ മിക്സ് ആയി പോകുമല്ലോ. ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കഴിച്ചതിന്. ഓഫ്, ഇട്ട പോലെ തന്നെ അല്ലേ ആണുങ്ങളെ പക്ഷെ ഇടേണ്ടത്. അടിപൊളി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇവിടെ ഫുള്ള് ഇത് തന്നെയാട്ടോ വളകളുടെ ഫുൾ കളക്ഷൻസ്. നമുക്ക് ഒരു സെക്ഷനും കൂടി ഈ ഇത് ഫുള്ള് ഇതൊരു കുട്ടികളുടെ വള ഫുള്ള് ഒന്ന് നോക്കിക്കോ. അതിൽ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട്. ചെറിയ കുട്ടികളുടെ ഏറ്റവും ചെറുത് ജനിച്ച കുട്ടികൾക്ക് തൊട്ടുണ്ടാകുന്ന സൈസ് വരെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി ഇതൊക്കെയാണ് നമ്മുടെ വളകളുടെ പല കളേഴ്സ്. 1-ാം നമ്പർ 2-ാം നമ്പർ അങ്ങനെയാണോ പറയാ ഇതിനെ? സൈസസ്. പിന്നെ ഈ ഒരു സെക്ഷൻ മുകളിലാന്ന് തോന്നുന്നു. ഇത് എൻട്രി ഭാഗത്ത് കണ്ട, എൻട്രി ഭാഗത്ത് ഇങ്ങനെ ഒരു നെക്ലേസിന്റെ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രൈഡൽ ആണ്, പക്ഷെ ഇതും ഇവരുടെ തന്നെ കോട്ടിങ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. നമ്മൾ കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഫാൻസി ഫീലിംഗ് വരും. അങ്ങനെയല്ല, ഇതും ഇവരുടെ ഓൺ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിന്റെ കളക്ഷൻസ് പോലെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ നെക്ലേസിന്റെ കളികൾ. ഇപ്പൊ ഞാൻ ഇട്ട പോലത്തെ നെക്ലേസ് ഇല്ലേ, അതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇത് മാറ്റ് ഫിനിഷിംഗ് അല്ലേ? മാറ്റ് ഫിനിഷിംഗിലാണ്. ബ്രൈഡൽ സെറ്റിൽ വരുന്നതാണ് നമുക്കത്. നാഗപടത്തിൽ വരുന്ന ഇത് മറ്റേ പാലക്കേര് വരുന്നത്. ബ്രൈഡൽ സെറ്റിൽ പോകുന്ന നമുക്ക് നമ്മുടെ ഫുള്ള് ബ്രൈഡൽ സെറ്റ് ആണ്. ഇവിടെ നിങ്ങട്ടുള്ളത് ഫുൾ ബ്രൈഡൽ ഐറ്റം വരും അല്ലേ? അടിപൊളി. അതും മാറ്റിലും ആയിട്ട് വെച്ചിട്ടിരിക്കുന്നത്. ആ സെറ്റ് അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? ചെറിയ അല്ല, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം, പ്രശ്നമില്ല. ചോക്കർ അതിന് താഴെ നമ്മള് കുറച്ച് ലെങ്ത്തിൽ ഇടുന്ന ടൈപ്പ്. ഇതാകുമ്പോ സെറ്റ് ആണ് വരുന്നത്. ഇതില് കമ്മലടക്കം വരുന്നത്. അതുപോലെ ഇത് ഫുൾ കാണുന്നത് നമുക്ക് ബ്രൈഡലിന്റെ നെക്ലസുകളാണ് കൂടുതൽ വരുന്നത്. എന്നാ ഇത് ഫുള്ള് നമുക്ക് ഒരു ഡയമണ്ടിന്റെ റിപ്ലിക്ക എന്ന് പറയില്ലേ, ഇതൊക്കെ കണ്ടോ. ഇപ്പൊ തോന്നുന്നു ഇതിടണോ അതിടണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഓരോരുത്തർക്ക് വരും. പക്ഷെ കച്ചവടക്കാരും ആ കൺഫ്യൂഷൻ വരില്ല. അവര് എന്താ മൈൻഡിൽ വരാ, എങ്ങനെയും ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ള. പക്ഷെ അവർക്ക് അങ്ങനെയും ഒരു കൺഫ്യൂഷൻ ഇല്ല. കാരണം ഇവിടുത്തെ ഐറ്റം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സെയിലാണ്. ഇതൊക്കെ അല്ലേ? ഓക്കെ, കൂടുതൽ റീസ്റ്റോക്കിംഗ് ആയിട്ട് ഇതിന് കുറച്ച് കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടട്ടെ എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ ചെറിയ ചെറിയ നെക്ലസുകളാണ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ളത്. നമുക്ക് കൂടുതൽ റിസപ്ഷനൊക്കെ പോകുന്ന ഐറ്റംസ്, ബ്രൈഡലൊക്കെ കൂടുതൽ പോകുന്ന ഐറ്റംസ് ആണ്. അതുപോലെ അത് നെക്ലസ് എന്ന് പറയുമ്പോൾ ഇതൊരു സിമ്പിൾ പോലത്തെ ചെയിൻ ആണ്. പക്ഷെ കാണുമ്പോൾ സിമ്പിൾ ആയാലും ലുക്ക് വൈസ് ഹെവി ആണ് കേട്ടോ ഐറ്റംസ്. കൂടുതലും ഡാർക്ക് കളർ കുറവാണ്, പേസ്റ്റൽ കളേഴ്സ് ആണ്. ഇപ്പൊ നല്ല മൂവിങ് ലൈറ്റ് അതാണല്ലോ കൂടുതലും. ഗൗണിനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ല് ഒട്ടിച്ചിരിക്കണതല്ല, ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെ പിടിച്ചങ്ങോട്ട് നിർത്തും പോവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം നിങ്ങൾക്ക് ഒരു ബ്രൈഡലിന്റെ കളക്ഷൻസ്, നെക്ലസ്, ലോങ് ചെയിൻ ആയിട്ടുള്ളത്, ഏത് തട്ടത്തിലുള്ളത് വേണമെങ്കിൽ ആ തട്ടം ഉണ്ടെന്നല്ലേ. ഓ, നല്ല ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗ്. ഇതിലും ഉണ്ട് ഇവിടെയും ഉണ്ട്. ആ അറ്റം വരെ മൊത്തം. ഇവിടെ മെയിൻ ആയിട്ട് ഇവര് എന്താ ചെയ്യണം, പ്രൈസ് ടാഗ് അങ്ങനത്തെ സംഭവമാണോ? അതുപോലെ പ്രൈസ് നമ്മൾ സെപ്പറേറ്റ് കമ്മലിനൊക്കെ എഴുതിയിട്ട് നമ്മൾ താഴ്ത്തു കൊണ്ടുപോയി. അപ്പൊ ഒരാൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത് അല്ലെ. ഭയങ്കര ബിസി വർക്കാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇത് കൊണ്ടോ, ഇതെന്താ ഇത്ര വലിയൊരു സംഭവം ഇരിക്കുന്നത്? പാലക്കേര തന്നെ വരുന്ന ഒരു ടൈപ്പിൽ വരുന്നതാണ് അത്. അത് അടിപൊളിയായി നന്നായിട്ടുണ്ട് അല്ലേ? ഓരോന്നിനും ഞാൻ ഒരെണ്ണത് അവിടുന്ന് എടുത്ത് പോയിട്ടുണ്ട്. അതപ്പോ അതെ, അത് ഇപ്പൊ കോട്ടെ അടുത്തത് അവിടെ ഫില്ല് ചെയ്യും അപ്ലിക്കും. നമ്മളിവിടെ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികള് ബ്രൈഡൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന റിസപ്ഷന് പോകുന്ന. അപ്പൊ ഇതിലെങ്ങനെ ഗോൾഡ് പ്ലേറ്റ് സിൽവർ ആണ് ഇതിൽ ചെയ്യണത് അല്ലേ? ഓക്കെ.
അപ്പൊ അങ്ങനെ സ്റ്റോൺ ആണ്, അത് ഫുൾ എഡി സ്റ്റോണിൽ വരുന്നതാണ്. ഐറ്റംസ് സ്റ്റോൺ എല്ലാം നമുക്ക് എഡി സ്റ്റോണിൽ വരുന്ന സ്റ്റോൺ ഐറ്റംസ് ആണ്. ഈ ഒരു സെക്ഷന് ഫുള്ള് ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് ആണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. സിമ്പിൾ ആയിട്ടുണ്ട്, കുറച്ച് ഹെവി ടൈപ്പും ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഫിനിഷിങ്ങും അടിപൊളിയാണ്. പിന്നെ ഒരു നോർമൽ രീതിയിൽ വരുന്ന മുകളിലെല്ലാം വരുന്ന ബ്രൈഡൽസിന്റെ സെറ്റ് ആണ്. നല്ല ഹെവി പീസുകളോട്ട് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ. വരുന്ന കണ്ടോ? ഓ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലേ? റെന്റിനൊക്കെ കൊടുക്കാനായിട്ട് അരിക്കുത്ത് അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് കൊടുക്കാം. കച്ചവടം മാത്രല്ല, ഓൺലൈൻ ബിസിനസ് മാത്രല്ല, റെന്റിന് വേണമെങ്കിലും അതുപോലെ തന്നെ സലൂണിലുള്ള ആൾക്കാരും കൂടുതൽ കൊണ്ട് അവർക്കൊക്കെ വരാലോ അല്ലെ മേടിക്കാനായിട്ട്. പിന്നെന്താ ഹെൽപ്പ് ചെയ്യണ വേണോ പറ. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ ഓരോരോ വർക്കിനും അല്ലേ. പറയൂല എങ്ങനെ പറയും, ഭയങ്കര ബിസിയാണ്, നോക്കാൻ വരാൻ നേരില്ല. അപ്പൊ നിങ്ങളൊക്കെ ചില്ല് എന്ന് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്പ്ലേ ബോക്സ് ആക്സസറീസ് ഒക്കെ പറഞ്ഞിട്ട് താഴത്ത് നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്, ഡിസ്പ്ലേ ബോക്സ് ആണ്. പിന്നെ അതുപോലെ എന്തൊക്കെയാ നെക്ക് വരുന്നുണ്ട്, റിംഗ്സിൽ വരുന്ന ഡിസ്പ്ലേ ബോക്സ് ഉണ്ട്, ബാംഗിൾസിനുള്ള ഡിസ്പ്ലേ ബോക്സ് ഉണ്ട്. എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനും പുറത്തേക്ക് പോകണ്ട. ഇനി ഡിസ്പ്ലേ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി മുതലാളി ഇവിടെ താഴത്ത് ഉണ്ടോന്നൊന്ന് നോക്കിയിട്ട് വരാം. ലൊക്കേഷനും അറിയേണ്ടത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഗോപിക ഓരോരുത്തരുടെ പേര് പറഞ്ഞടാ. അലീന പേര് വെച്ചിട്ടാണല്ലോ എല്ലാരും. ഷെൽമി ഞാൻ ഷെൽമി. അങ്ങനെ അതെ നമ്മള് അന്വേഷിച്ച് നടന്ന നമ്മുടെ കൊച്ചു മുതലാളി എത്തിയിട്ടുണ്ട്. ഹായ്, കുറെ നേരമായിട്ട് കാണാണ്ടിരിക്കായിരുന്നു. അങ്ങനെ നമ്മളെ ഇവിടുത്തെ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊച്ചിൻ ഗോൾഡ് കവറിങ് എത്ര നാളെ, എത്ര വർഷം എക്സ്പീരിയൻസ് എത്രയുണ്ട്? നമ്മളിപ്പോ ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി. പക്ഷെ അതിന് മുമ്പേ ഉണ്ട് നമുക്ക്. നിങ്ങളപ്പോ മാനുഫാക്ചർ ഒക്കെ നമ്മൾ കണ്ടു, അടിപൊളി, ഒരു രക്ഷയില്ല. ക്വാളിറ്റി A1, വേറെ ഒരു രക്ഷയില്ല. എന്താ പറയാ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫിനിഷിങ് ചെയ്യുന്നത് അല്ലേ. ഞാൻ തന്നെ കിളി പോയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ പോരാത്തന്നെ ഇവരെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോ ഫ്ലാറ്റ് ആയി. പക്ഷെ ഒരു പീസ് സിംഗിൾ ഇതായിട്ട് നമുക്ക് കിട്ടൂല അല്ലെ. ഹോൾസെയിൽ കടക്കാരാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. കച്ചവടക്കാർ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആക്ച്വലി എവിടെയാണ് നമ്മുടെ ശരിക്കും ലൊക്കേഷൻ വരുന്നത്? നമ്മുടെ മറൈൻ ഡ്രൈവ് പുതിയ മൈജി ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ജ്യൂസ് സ്ട്രീറ്റിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഇവിടെ മാത്രമുള്ള നിങ്ങൾക്ക് ഷോറൂം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്? കാരണം ഒരുപാട് ഇങ്ങനെ കവറിങ് എന്നൊക്കെ പല സ്ഥലത്തും കാണാണ്ട്. നിങ്ങൾക്ക് ഓൺലി 1&1 അല്ലേ? ബ്രാഞ്ചസ് ഒന്നുമില്ല. അത് നോട്ട് ദി പോയിന്റ്. പല സ്ഥലത്തും പലതും കാണും, പക്ഷെ നമ്മുടെ ക്വാളിറ്റി ഇവിടെ മാത്രം അല്ലേ? അതെ. അപ്പൊ നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ബ്രോഡ്വേ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ, ബസ് വഴിക്ക് വരാണെങ്കിൽ ബ്രോഡ്വേയിൽ ഇറങ്ങി കഴിഞ്ഞാൽ, മേനകയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ജ്യൂസ് സ്ട്രീറ്റ് പിടിക്കുക. ജ്യൂസ് സ്ട്രീറ്റിന്റെ ഇവിടെ എൻഡിലായിട്ടുള്ള ഒരു ജംഗ്ഷൻ കാണും. ആ ജംഗ്ഷന്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ചെറിയൊരു ഷോപ്പൊക്കെയാണ്, പക്ഷെ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ തീരുമാനമൊക്കെ മാറിപ്പോവും. പിന്നെ കയറിയൊരു വീണ്ടും വരും അല്ലേ? തീർച്ചയായിട്ടും വരും. അതാണ്. അപ്പൊ ഇവിടെ മാത്രമല്ല കേട്ടോ. അപ്പൊ മാനുഫാക്ചറിങ് ഇവിടുന്ന് കുറച്ച് ദൂരമാണ്, പക്ഷെ ഞാൻ കണ്ടുപോയിട്ട് നല്ല അടിപൊളിയാണ് സെറ്റപ്പ് ഒക്കെ. ഞാൻ ഇത്ര നേരമായിട്ട് പേര് ചോദിച്ചില്ല. എന്റെ പേര് സഫാൻ കൊച്ചു മുതലാളിയാണ്. വലിയ മുതലാളി അപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ എങ്ങനെയൊക്കെ വരേണ്ടത്? സൗത്ത് ഉണ്ട്, നോർത്ത് ഉണ്ട്. അവിടെ നിന്ന് 4 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട്. അപ്പൊ ഓട്ടോറിക്ഷ പിടിച്ചാൽ മതി. മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ വണ്ടിയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ വണ്ടി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. പക്ഷെ തൊട്ടടുത്തായിട്ട് പെയ്ഡ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു വരാം. വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ കോറിയിട്ട് പോകുള്ള വണ്ടി. ഇപ്പൊ നടന്നു വരായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ കുറച്ച് സ്റ്റാഫുകളുണ്ട്. ഒന്ന് വരും, 2-3 ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് വാളാ, ഇവരെ കാണിക്കാത്തതിന് വിഷമം. വാ, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഹായ് പറ. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ലോണം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പോയി. കാര്യം ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9 മണി കഴിഞ്ഞു. ഈ 9 മണി സമയത്ത് പൂട്ടണ സമയത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ സമയം വരുന്നത് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? രാവിലെ 9 തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഉണ്ടാവും. 9 മണി വരെ. അപ്പൊ സ്റ്റാഫ്മാരെ വിളിക്കുമ്പോഴും ഭയങ്കര ബിസി. അപ്പൊ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മൾ ടാറ്റ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. അവര് വരുന്നവര് വന്നാൽ മതി. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാട്ടെ. ബൈ.